ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുക്കുറൽ ആ, തിരുവുള്ള നയനാർ എഴുതിയ അമൂല്യ കൃതിയെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ, തമിഴ് മൺട്രി, തമിഴ് വേദം, ദൈവനൂൽ, ദിവ്യഗ്രന്ഥം എന്നീ പേരുകൾ അറിയപ്പെടുന്ന തിരുക്കുറൽ 133 അധ്യായങ്ങളിലായി 1330 കുറളുകൾ, ഈരടികളാണുള്ളത്. അപ്പോൾ അവയെ നമ്മൾ ഓരോ അധ്യായങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ച അവസാനം 38ാമത്തെ അധ്യായത്തിൽ വിധി, ഫെയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലാണ് വന്ന് നിൽക്കുന്നത്. സോ ധർമ്മമാർഗം അല്ലെങ്കിൽ ധർമ്മപ്രകരണത്തിൻ്റെ തിരുക്കുറളിൻ്റെ 1-ാം ഭാഗത്തിൽ സന്യാസാശ്രമം ജ്ഞാനത്തിൻ്റെ കീഴിൽ ഫെയ്റ്റ്, വിധി അല്ലെങ്കിൽ ഊഴ് എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അതിഭവൻ സാറാണ് നമ്മളോട് കൂടെയുള്ളത്. സാറിനെയും പ്രത്യേകം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിഭവൻ സാർ, യു ആർ വെൽക്കം. Thank you, sir. സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങട്ടെ സർ? യെസ്, തുടങ്ങി സാർ. എല്ലാവർക്കും വിമൻസ് ഡേ ആശംസകൾ. ഇന്ന് നമ്മൾ തിരുക്കുറൾ 38ാമത്തെ അധികാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെങ്ങനെ പോകുന്ന വെച്ചാൽ, ആഹൂളാൽ തോன்றும் அசைவின்மை, கைப்பொருள் போகூളാൽ തോன்றுം മടി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആവതற்குரிய, അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഊൾ വന്നാൽ, ഊൾ എന്ന് പറഞ്ഞാൽ വിധി, സമയം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ സമയമാണ് കറക്റ്റ് വേർഡായിട്ട് എനിക്ക് തോന്നുന്നു. ആവതற்குரிய സമയം വന്നാൽ, ആവതற்குரிய ഊൾ വന്നാൽ സോർവില്ലാതെ മുയற்சிകൾ തോன்றுം. അപ്പം ഒരുത്തൻ നന്നാകണം എന്ന് ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ അതിനുള്ള മുയற்சிകൾ കിട്ടും. അല്ലാതെ ഒരുത്തൻ്റെ കയ്യിലിരുന്ന് പൊരുളുകൾ പോകണമെങ്കിൽ സോമ്പൽ തോன்றுം. സോമ്പൽ എന്ന് വെച്ചാൽ മടി. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, തമിഴിലെയും മടി എന്നാണ് പറയുന്നത്. മലയാളത്തിലെ മടി എന്ന് വെച്ചാൽ ഒരു നമുക്ക് അറിയാമല്ലോ, അതേ മീനിങ് ആണ് തമിഴിലെ സോമ്പൽ എന്നാണ് പറയുന്നത്. പക്ഷെ തിരുവള്ളുവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതാണ് എന്നെ അവിടെ ഒന്ന് ഹൈലൈറ്റ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. മടി, തോன்றுം മടി, അതായത് അവനൊരു മടി തോന്നും എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ ഒരുത്തൻ്റെ കയ്യിലുള്ള പൊരുൾ നഷ്ടപ്പെടണമെങ്കിൽ അവനക്ക് മടി, അതായത് വിധിവശത്താൽ അവനക്ക് മടി തോന്നും എന്നാണ് അർത്ഥം. ഓവർ സർ. ജോഷ് സർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരധ്യായമാണ് ഇന്നത്തേത്. സന്മാർഗ ഉപദേശങ്ങളായിരുന്നു കഴിഞ്ഞ ലക്കങ്ങളെല്ലാമെങ്കിൽ ഇത് വിധി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തിരുക്കുറൾ അധികാരം 38, ധർമ്മപ്രകരണം, സന്യാസാശ്രമ വിഭാഗത്തിൽ തന്നെയാണ് ജ്ഞാനം, ഫെയ്റ്റ്, ഊഴ് അല്ലെങ്കിൽ വിധി. ഇൻട്രൊഡക്ഷൻ. അചഞ്ചലമായ പരിശ്രമം കൊണ്ടുവരുന്ന സമ്പത്ത് നൽകുന്ന ശക്തി. വിധിയിൽ നിന്ന് നിഷ്ക്രിയത്വം ഇല്ലാതാകും. സ്ഥിരോത്സാഹം ഒരു സമർത്ഥമായ വിധിയിൽ നിന്നാണ്. നിഷ്ക്രിയത്വം ഒരു പ്രതികൂല വിധിയിൽ നിന്നാണ്. നഷ്ടം നിർണയിക്കുന്ന വിധി ജ്ഞാനികളുടെ ജ്ഞാനത്തെ വിഡ്ഢിത്തമാക്കും. പ്രതികൂല വിധി വിഡ്ഢിത്തം ഉളവാക്കും. സമർത്ഥമായ വിധി വിശാലമായ അറിവ് ഉളവാക്കും. സൂക്ഷ്മമായ പഠനത്തിൽ മനുഷ്യൻ വൈദഗ്ധ്യമുള്ളവനാണെങ്കിലും
യഥാർത്ഥത്തിൽ അവന്റെ ജ്ഞാനം ആധിപത്യം നേടും. ഏറ്റവും മഹത്തരമായ ഗ്രന്ഥങ്ങൾ പഠിച്ചേക്കാമെങ്കിലും വിധി അവന് വിധിച്ച അറിവ് നിലനിൽക്കും. ഭാഗ്യത്തിന്റെ വെളിച്ചത്തിൽ ദുഷ്ടകാര്യങ്ങളും സന്തോഷം നേടുന്നതിന് നല്ലതാണെന്ന് തെളിയിക്കപ്പെടുന്നു. സ്വത്ത് സമ്പാദനത്തിൽ അനുകൂലമായതെല്ലാം പ്രതികൂലമായി മാറുന്നു. പ്രതികൂലമായതെല്ലാം വിധിയുടെ ശക്തിയിലൂടെ അനുകൂലമായി മാറുന്നു, അതിലൂടെ ജീവിക്കുന്നു. ലോകത്തിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അതിനാൽ സമ്പത്ത് നേടുന്നതിലും അവരുടെ അറിവ് നേടുന്നതിലും വ്യത്യാസം കാണപ്പെടുന്നു. നല്ലതായി തോന്നുന്നതെല്ലാം പലപ്പോഴും വിജയിക്കും. ഏറെക്കുറെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പല ആവർത്തി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഖുറാൻ 371. ആകൂഴാൽ തോന്റും അശൈവിന്മൈ കൈപ്പൊരുൾ പോക്കുഴാൽ തോന്റും മടി. ആർക്കും വിധി തോറ്റു മധ്യാനം, സമ്പത്ത് പോക്കും വിധി മടി തോറ്റും. ഭാഗ്യം കഠിനാധ്വാനം, പരിശ്രമം, ഉറക്കം നിർഭാഗ്യം വരുത്തുന്നത് വിധിയിലൂടെയാണ്. സമ്പത്തുണ്ടാക്കും ഉത്സാഹം, നാശകാരണമാം മടി. രണ്ടും കർമ്മഫലത്താലേ മനുഷ്യന് ഭവിപ്പതാം. ഓവർ. Thank you, sir. Chapter 38 of the Tirukkural, Ool, deals with the concept of fate or destiny. It explores how fate influences human actions and outcomes. Here is a breakdown of the key ideas. The power of fate. Thiruvalluvar emphasizes that fate is a powerful force that can significantly impact a person's life. He suggests that even with great effort and knowledge, fate can still play a decisive role. Fate and human actions. The Quran discusses how favorable fate can lead to unwavering effort, while unfavorable fate can lead to laziness. Essentially, it implies that fate can influence a person's inclination to act. Fate and wisdom. It also touches upon how fate can affect one's wisdom and understanding. It suggests that even with extensive learning, one's innate understanding influenced by fate will prevail. Acceptance and understanding. The chapter encourages a degree of acceptance of fate while also recognizing the importance of human effort. It prompts reflection on the nature of good and bad fortune and how to respond to them. When we think about Tirukkural's concept of fate, it is important to look for proverbs that express similar ideas about destiny, chance, and the limitations of human control. There is one English proverb: man proposes, God disposes. This proverb directly reflects the idea that even with our best intentions and plans, fate or a higher power can override them. This resonates strongly with the Tirukkural's emphasis on the power of Ool. Every dog has its day. This is a proverb that indicates that everyone will have good fortune
at some point. What will be, will be. This expresses a sense of acceptance of destiny, a recognition that some things are beyond our control. Finding exact universally agreed upon translations of nuanced concepts like fate can be tricky. In Malayalam, വിധി അനുസരിച്ചു നടക്കും. വിധി അനുസരിച്ച് നടക്കും. This roughly translates to things happen according to fate. There are many proverbs in Malayalam that convey the sense of what is destined to happen will happen. Also, the concept of niyati is used to convey a similar meaning to fate. In essence, Ool in the Tirukkural explores the complex relationship between human agency and the overarching influence of fate. It doesn't necessarily advocate for blind submission to fate, but rather encourages a nuanced understanding of its role in life. So we can recognize that life is not entirely within our control. All these encourage a balanced perspective, acknowledging the influence of fate, while still recognizing the importance of human effort. Sacred verse 371, it essentially states that favorable fate leads to diligent effort, while unfavorable fate leads to laziness. In other words, one's destiny influences their inclination to act. Now we can see in the Bible, it's important to note that the Bible's perspective on fate and free will is complex and has been interpreted in various ways. However, here is a potential parallel. Proverbs 16:9. A man's heart plans his way, but the Lord directs his steps. This verse highlights the tension between human planning and divine control. It acknowledges that people make plans, but ultimately God's will prevails. We can relate like this. Both Tirukkural 371 and Proverbs 16:9 address the relationship between human action and a higher power, whether fate or God. They both suggest that there is a force beyond human control that influences outcomes. While the Tirukkural focuses on fate's influence on effort, Proverb focuses on God's direction of human paths. It is important to remember that the concept of fate and the concept of God's will, while sometimes seen as similar, are not the same thing. Essentially, both texts offer reflections on the limitations of human agency and the presence of a greater influence in life. Fortune fetching hard endeavor and slumber bringing misfortune evolves by destiny. Thank you, sir. குறள் 327 സോറി 372. ஓகே சார். குறள் 372. பேதைப்படுக்கும் இளவுள் அறிவகற்றும் ஆகலுள் உற்றக்கடை. இதன் அர்த்தம், இழப்பதற்கான ஊழ் ஒருவனை பேதையாக்கும், ஆவதற்கான ஊழ் வந்தால் ஒருவனது அறிவை விரிவாக்கி அவனுக்கு பல நன்மைகளை தரும். അതായത് ഇപ്പം നമുക്ക് വിധിച്ചിട്ടുള്ളതെന്ന് പറയും. ഇപ്പം നമുക്ക് ഒരു കാര്യം ലാസ് ചെയ്യണം, നഷ്ടപ്പെടണം എന്ന് വെച്ചാൽ അത് അതുപോലെ ആ വിധി നമുക്ക് ഡിസ്കറേജ് ചെയ്യും. ഡിസ്കറേജ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ
വിട്ടുനിൽക്കും. നമുക്ക് നല്ലത് കിട്ടണം എന്ന് വെച്ചാൽ സെയിം ഫേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യും, ബ്രോഡൻ ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യും. അതാണ് വിധിയുടെ ഒരു സൂക്ഷ്മം. ഓവർ സർ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം സന്യാസാശ്രമം ജ്ഞാനം അധികാരം 38 ഊഴ്. മാഡം മ്യൂട്ടായി തോന്നുന്നു. മാഡം മ്യൂട്ടാണേ. സോറി, ആർക്കും നമസ്കാരം പറയാതെയാണ് തുടങ്ങിയത്, അതുകൊണ്ടായിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ പുതിയതായിട്ട് വന്ന സാറിനും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മുടെ പരിപാടി നടത്തിയിരുന്ന മോഹൻദാസ് സാറിന് പ്രത്യേക നമസ്കാരം അർപ്പിക്കുന്നു. തുടങ്ങുകയാണ്. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം സന്യാസാശ്രമം ജ്ഞാനം അധികാരം 38 ഊഴ് അഥവാ വിധി. മഹത്തും ശാശ്വത പ്രസക്തിയുള്ളതുമായ മഹാഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഭാരതീയ ഭാഷകൾ. ഇവയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള തമിഴ് ഭാഷാ മഹാഗ്രന്ഥങ്ങൾ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നതാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ. തിരുക്കുറൾ സാഹിത്യം തമിഴ് ഭാഷയിൽ എഴുതിയ സംഘ തമിഴ് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ഈ സാഹിത്യം പാതിരൻ കീഴ്ക്കണക്ക് പുസ്തകങ്ങളുടെ ഭാഗമാണ്. കുറൾ 372. പേதை പടുക്കും ഇഴവൂഴ് അറിവകറ്റും ആകലൂഴ് ഉറ്റക്കടൈ അറിവിനെ യജ്ഞതയാക്കുന്നു ഹത വിധി നിറകുറ്റതാക്കുന്നു ഭാഗ്യം. എല്ലാ അറിവും ഉണ്ടായിരുന്നാലും ജ്ഞാനമേറെ കൈമുതലായുള്ളവനാണെങ്കിലും വിധി അനുകൂലമല്ലെങ്കിൽ അതൊക്കെ അബദ്ധവും അറിവില്ലായ്മയും ആയിത്തീരുകയും കയ്യിലുണ്ടായിരുന്നത് കരുതി വെച്ചിരുന്നത് സൂക്ഷിച്ച് കയ്യിലുണ്ടായിരുന്നത് നഷ്ടമാകുകയും ചെയ്യും. ഇതൊരു വിധി വൈപരീത്യമെന്ന് കണക്കാക്കാം. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അറിവുണ്ടായിട്ടും നഷ്ടപ്പെടുന്നത് നിസ്സഹായതയോടെ അനുഭവിക്കേണ്ടി വരുന്നു. ഇനി ഭാഗ്യം എന്നതിന്റെ കാര്യമെടുക്കാം. സംഭവിക്കാൻ ഇടയില്ലാത്തത് ആകസ്മികമായി വന്നു ചേരുന്നതിനെയാണ് നമ്മൾ ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നിഴലായി ഭാഗ്യമാണ് കൂടെ ഉള്ളതെങ്കിൽ കയ്യിലുള്ള അറിവ് അല്പം ജ്ഞാനം ആണെങ്കിൽ പോലും കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനും തദ്വാര പൂർണ്ണ വികാസം പ്രാപിക്കുന്നതിനും സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ കൈവശമുള്ള വളരെ കുറച്ചു മാത്രമുള്ള സമ്പത്തിനെ വളരെ കൂടുതലുള്ള അളവിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. അറിവിനെ ഒരുവനിൽ നിക്ഷേപിക്കുന്നതും അതിന്റെ ഉപയോഗത്തെ തീരുമാനിക്കുന്നതും വിധി തന്നെ. നമ്മൾ വിധിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവയാണെങ്കിൽ പിന്നെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കുക എന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതിനെ വിധിയുടെ കളിയാണ്, വിധി നിശ്ചയമാണ് എന്ന് പറഞ്ഞ് സമാധാനം കൊള്ളുന്നു. അങ്ങനെ ഒരു പൊതുധാരണയുമുണ്ട്. എന്നാൽ ശരിക്കും ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കാട്ടിക്കൂട്ടുന്ന വിഡിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നാം കൊടുക്കുന്ന ഒരു മറയാണ് വിധി. ജീവിതോർജത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും വിധിയെന്ന് നാം വിളിക്കുന്ന സ്വന്തം ഊർജത്തെ കുറച്ച് മയത്തിലാക്കാൻ നമ്മുടെ വിധിയെ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാം. പക്ഷെ സാധാരണ മനുഷ്യരായ നമ്മൾ ഭൗതിക സുഖത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് സംഭവിക്കുന്ന മോശം കാര്യങ്ങളെ അജ്ഞതയിൽ വിധിയായും നല്ലത് സംഭവിക്കുമ്പോൾ ഭാഗ്യമായും ചിന്തിക്കുന്നു. എന്നാൽ ഇത് രണ്ടും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അറിവുള്ളവൻ വിധിയെ പഴിചാരാതെ
ഭാഗ്യമെന്ന മുത്തിനെ മനസ്സാകുന്ന ആഴിയിൽ മുങ്ങിത്തപ്പി കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണമായി ന്യൂയോർക്ക് നഗരത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതകഥ പറയുന്ന അനോറ എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിസൺ മികച്ച നടിക്കുള്ള ഓസ്കാറിന് അർഹയായപ്പോൾ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മുതിർന്ന നടി ഡെബി മൂർ പിന്തള്ളപ്പെടുകയായിരുന്നു. ഇവിടെ നോക്കൂ, ഭാഗ്യം മാഡിസൺ എന്ന 25-കാരി തന്റെ കഴിവിനെ മാക്സിമം പ്രയോജനപ്പെടുത്തി അഭിനയകലയിൽ പരമാവധി ജീവിതോർജത്തെ കൊണ്ടുവന്നു. അതുതന്നെയാവണം ഖുറാൻ പറയുന്നത്, അറിവിനെ അജ്ഞതയാക്കുന്നു, കഥ വിധി നിറവുറ്റതാക്കുന്നു ഭാഗ്യം. പേതൈ പടുക്കും ഇഴവൂഴ് അർവകറ്റും അകലൂഴ് ഉറ്റക്കടை. ഓവർ. ഖുറൽ 372. Fate causing misfortune detaches knowledge, and fortune giving fate increases knowledge. This Qural reflects on the power of fate and its influence on human life. Here is a deeper interpretation. The fate causing misfortune detaches knowledge. When fate brings misfortune, it can disrupt a person's ability to think clearly on a gain knowledge. Misfortune often leads to confusion, despair, or distraction, which can hinder one's pursuit of wisdom or understanding. In such situations, even if a person tries to plan or strategize, fate may override their efforts. And similarly, fortune giving fate increases knowledge. It is on the other hand, when fate is favorable or fortune, it creates conditions that enhances knowledge. Good fortune provides stability, resources, and opportunities, making it easier for individual to seek and acquire knowledge. In this state, fate aligns with one's effort, leading to growth and wisdom. So Tiruvallur emphasizes the role of fate as a powerful force that shapes our human life. However, he also suggests that while fate plays a significant role, individuals should strive to act virtuously and wisely within the circumstances they are given. And the Quran highlights the interplay between external forces, say fate, and internal growth, say knowledge. Thank you. Quran 372. പതൈ പടുക്കും ഇഴവു അറിവകറ്റും അഴകൂൽ ഉറ്റക്കടി. Quran 373. நுண்ணிய நூல் பல கற்பினும் மற்றுந்தன் உண்மை அறிவே மிகும். நுண்மையான நூல்கள் பலவற்றை முயன்று கற்றாலும் ஊழின் நிலைமைக்கு தகுந்தபடி உள்ளதாகும் அறிவே மேம்பட்டு தோன்றும். அது நம்ம எத்தனை வாய்ச்சாலும் எத்தனை அதில் ஒரு பிரகல்பனா இருந்தாலும் അവന് ബിക്കോസ് ഓഫ് ഫോർച്യൂൺ വഴി കിട്ടുന്ന ഒരു ഇത് അവനെ പ്രൊജക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര വായിച്ചിരുന്നാലും എത്ര പ്രകല്പനായിരുന്നാലും അവസാനം വിധി അവൻ്റെ ഫേവറായിട്ടിരുന്നാലേ അവൻ നല്ല പൊസിഷനുക്ക് വരാൻ പറ്റും. ഇതൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വെനസ്ഡേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു 6 മാസം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഗത്ഭനായ ഒരു ISRO സയൻറ്റിസ്റ്റാണ്. ISROയിൽ മാത്രമല്ല, പുള്ളി തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഇപ്പോൾ നമ്മുടെ ടെക്നോ പാർക്ക് പോലെ തമിഴ്നാട്ടിലെ ടെക്നോ പാർക്ക് പോലത്തെ ഒരു ടൈഡൽ പാർക്ക് എന്ന് പറയും, അത് ഉണ്ടാകാനുള്ള ഒരു മുഖ്യ ഒരു ആളാണ് ഈ 6 മാസം എന്ന് പറയുന്ന ആൾ. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ ട്രിവാൻഡ്രത്തിലായിരിക്കും, പിന്നെ പുള്ളിയെ ബാംഗ്ലൂർ ട്രാൻസ്ഫർ ചെയ്യും,
പക്ഷേ പുള്ളി കൊടുത്ത ജോലികളെല്ലാം നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തൊരു ഫാക്ട് എന്ന് വെച്ചാൽ പുള്ളിയാണ് വിക്രം സാരാഭായ് ഹാൻഡ് പിക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളി അവസാനം വരെ ഇവിടെ നല്ല ഒരു അർഹതപ്പെട്ട ഒരു പൊസിഷൻ കിട്ടിയില്ല. കാരണം പുള്ളിയെ ഒരു മൂവിങ് എൻസൈക്ലോപീഡിയാണ് എന്ന് പറയുന്നത് നമ്മൾ. അത്ര ഒരു വലിയ ആളിന് ഒരു വലിയ പദവി പൊസിഷൻ കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ തിരുവള്ളുവർ പറഞ്ഞ ഈ 373 അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. എത്ര വലുതായിട്ട് പഠിച്ചിരുന്നാലും അവൻ്റെ വിധി എങ്ങനെ ഉണ്ടോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്നതാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. ഓവർ സർ. താങ്ക് യു സർ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണത്തിൽ സന്യാസാശ്രമ വിഭാഗത്തിലെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായമായ അധികാരം 38 ഊഴ് അല്ലെങ്കിൽ വിധി എന്ന ഭാഗമാണ് നമ്മളിപ്പോ ഇന്നിവിടെ വ്യാഖ്യാനം ചെയ്യുന്നത്. നയനാർ സാറിന്റെ അഭാവത്തില് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. അതേസമയം ഈ ഒരു അധികാരം വ്യാഖ്യാനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന ആദിഭഗവാൻ സാറിനെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. തമിഴ് ക്ലാസിക് ഗ്രന്ഥമായ തിരുക്കുറൾ എക്കാലത്തെയും മികച്ച കൃതികളിൽ ഒന്നായി കണക്കാക്കുന്നു. തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവർ എഴുതിയ തമിഴ് വേദം എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ 7 വാക്കുകൾ വീതമുള്ള 1330 ഈരടികൾ അടങ്ങിയിരിക്കുന്നു. സദ്ഗുണം, സമ്പത്ത്, സ്നേഹം എന്നിവയെക്കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഈ കൃതി സാമൂഹിക, രാഷ്ട്രീയ, ദാർശനിക മേഖലകളിലെ പണ്ഡിതന്മാരെയും നേതാക്കളെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംഖ്യകളോട് സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു തിരുവള്ളുവർ. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അധ്യായത്തിലെ ഒരു ഈരടിയിൽ സംഖ്യകളോടുള്ള അദ്ദേഹത്തിന്റെ വിലമതിപ്പ് വളരെ വ്യക്തമാണ്. അവിടെ അദ്ദേഹം സംഖ്യകളെയും അക്ഷരമാലയെയും മനുഷ്യന്റെ 2 കണ്ണുകളായി ആ ക്രമത്തിൽ പ്രതിപാദിക്കുന്നു. അദ്ദേഹം സംഖ്യകളെ അക്ഷരമാലയ്ക്ക് മുൻപിൽ സ്ഥാപിച്ചു എന്നതും ഒരു കൗതുകകരമാണ്. വള്ളുവർ എന്ന അനശ്വര കവിക്ക് എല്ലാ സംഖ്യകളോടും അഗാധമായ സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും 7 എന്ന സംഖ്യ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയതായി തോന്നുന്നു. തിരുക്കുറലിലെ ആകെ ഈരടികളുടെ എണ്ണം 1330 ഈ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 7 ഓരോ ഈരടിയിലും 7 വാക്കുകളുണ്ട്. കൂടാതെ കുറഞ്ഞത് 7 ഈരടികളിലെങ്കിലും അദ്ദേഹം 7 എന്ന സംഖ്യ ഉപയോഗിച്ചതായും നമുക്ക് കാണാൻ കഴിയും. 1269 കുറളിൽ ഒരു പെൺകുട്ടിക്ക് തന്റെ പ്രണയ പുസ്തകത്തിൽ തന്റെ കാമുകൻ 7 ദിവസം തന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചതായി തോന്നുന്നു. അത് ഒരു ദിവസം മാത്രമായിരുന്നെങ്കിൽ പോലും 7 ദിവസത്തെ ദൈർഘ്യമുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടിക്ക് തോന്നുന്നതായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നു. മറ്റുദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു ജന്മത്തിൽ നേടുന്ന പഠനം 7 ജന്മങ്ങളിൽ അവനെ സംരക്ഷിക്കുമെന്ന് കുറൾ 398 പ്രതിപാദിക്കുന്നു. നീതിമാനായ സ്വഭാവമുള്ള കുട്ടികളാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ 7 ജന്മങ്ങളിലെ തിന്മകൾ സ്പർശിക്കില്ലെന്ന് കുറൾ 62 പ്രതിപാദിക്കുന്നു. 7 ജന്മങ്ങളിൽ തങ്ങൾക്ക് നൽകിയ സഹായം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നവരാണ് നല്ലവർ. കുറൾ 107. കുറൾ 537 ഒരു മനുഷ്യൻ ജ്ഞാനികളുടെ ജ്ഞാനം നിരീക്ഷിക്കട്ടെ, കാരണം അവഗണന 7 ജന്മങ്ങളിൽ അവന് സന്തോഷം നൽകില്ല എന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. വള്ളുവർക്ക് 7 എന്ന സംഖ്യയോടുള്ള ആകർഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അദ്ദേഹത്തിൽ മാത്രമല്ല, സംസ്കാരത്തിലും മതങ്ങളിലും സാഹിത്യത്തിലും 7 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സംഗീത സ്കെയിലിലെ സ്വരങ്ങളുടെ എണ്ണം, മഴവില്ലിലെ നിറങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകത്തിലെ അത്ഭുതങ്ങൾ, സസ്തനികളിലെ കഴുത്തിലെ അസ്ഥികൾ, ആഴ്ചയിലെ ദിവസങ്ങൾ, വലിയ ഡിപ്പറിന്റെ നക്ഷത്രങ്ങൾ, മക്കയിലെ അബയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദക്ഷിണങ്ങൾ എന്നിവയും 7 എന്ന അക്കത്തിലാണ് സൂചിപ്പിക്കുന്നത്. 7 ഇത് ഒരു നിഗൂഢ സംഖ്യയാണ്. പലപ്പോഴും പ്രപഞ്ചത്തിന്റെ സമഗ്രതയുടെയും പൂർണ്ണതയുടെയും പ്രതീകമായി 7 എന്ന സംഖ്യ കാണപ്പെടുന്നു. അണുവിനെ തുളച്ച് അതിനുള്ളിൽ 7 സമുദ്രങ്ങളെയും ഉൾക്കൊള്ളിച്ച് കുറുകത്തെറുത്ത കുറൾ എന്ന് പ്രസിദ്ധി. കുറൾ 373 നുണ്ണിയ നൂൽ
പല കർപ്പിനും മറ്റുന്തൻ ഉണ്മൈ അറിവേ മികും. ഗ്രന്ഥങ്ങൾ ഏറെ പഠിക്കലും വിധിവശാലുണ്ടാകും അറിവ് താൻ മുന്നിൽ. ഗ്രന്ഥങ്ങൾ ഏറെ പഠിക്കലും വിധിവശാലുണ്ടാകും അറിവ് താൻ മുന്നിൽ. അലംഘ്യമായ എന്തിനേയും ലംഘിക്കാനുള്ള ധീരത മനുഷ്യൻ കാണിച്ചേക്കാം. എന്നാൽ അവന് ഒരിക്കലും ലംഘിക്കാനാവാത്ത ഒന്നുണ്ട്, അതാണ് വിധി. മുനിശാപം കിട്ടിയതിന്റെ 7-ാം നാൾ തക്ഷകദംശനമേറ്റു മരിക്കണം എന്നതായിരുന്നു പരീക്ഷിത്തിന്റെ വിധി. ശമീക മഹർഷിയുടെ പുത്രൻ ഗവിജാതനാണ് ശപിച്ചത്. ശാപവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് പരീക്ഷത്ത് അവലംബിച്ചത്. എന്നിട്ടും വിധി ജയിച്ചു. എല്ലാ അറിവും ഉണ്ടായിരുന്നാലും വിധി അനുകൂലമല്ലെങ്കിൽ അതൊക്കെ ഫലത്തിൽ മൗഢ്യവും അജ്ഞതയുമായി തീരും. കരുതി വച്ചതൊക്കെ നഷ്ടമാവും. ഇത് വിപരീത വിധിയുടെ അഥവാ വിധി വൈപരീത്യത്തിന്റെ കാര്യം. ഇനി അനുകൂല വിധി അഥവാ ഭാഗ്യമാണ് കൂടെ നിൽക്കുന്നതെങ്കിലോ ഉള്ള അറിവ് കൂടുതൽ ഫലപ്രദമാകും, പൂർണ്ണ വികാസത്തോടെ സഹായിക്കും, നന്മകൾ നൽകും. കയ്യിലുള്ള അല്പമാത്ര സമ്പത്തുക്കൾ അനൽപമായി വർദ്ധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും അതിന്റെ പ്രയോജനത്തെ നിർണയിക്കുന്നതും വിധി തന്നെ. മഹത്തായ അനവധി ഗ്രന്ഥങ്ങൾ പഠിച്ചിരുന്നാലും തോന്നേണ്ടിടത്ത് അവയിൽ നിന്നുള്ള ജ്ഞാനം കൃത്യമായി തോന്നിയാലല്ലേ പ്രയോജനമുള്ളൂ. അങ്ങനെ തോന്നിക്കുന്നതും തോന്നിക്കാതിരിക്കുന്നതും വിധി തന്നെയാണ്. വിധിവിഹിതമനുസരിച്ചുള്ള അറിവ് മാത്രമേ ഒരുവന് പ്രയോജനം ചെയ്യൂ എന്ന് സാരം. ഗ്രന്ഥങ്ങൾ ഏറെ പഠിക്കലും വിധിവശാലുണ്ടാകും അറിവ് താൻ മുന്നിൽ. താങ്ക് യു. Thank you, ma'am. Sacred verse 373, which states that even after studying many intricate texts, one's inherent wisdom, as determined by fate, will prevail, holds significant relevance in today's world. Here is how it influences contemporary thought. The limits of acquired knowledge. In an age of information overload, this Quran serves as a reminder that knowledge alone doesn't guarantee wisdom. It highlights the importance of innate understanding, critical thinking, and the ability to apply knowledge effectively. In today's world, people have access to so much information, but the Quran reminds us that having the information does not mean you have the wisdom to use it. The role of inherent traits. The Quran acknowledges that individuals possess inherent traits and tendencies that influences their actions and decisions. The resonates with modern discussions on personality, temperament, and the impact of nature versus nurture. This can be related to how people react to information. Two people can have the same education but react very differently to the same informations. The importance of practical wisdom. The Quran indicates that practical wisdom, which is gained through experience, is more important than just book knowledge. In the modern world, with the rise of AI and readily accessible information, the ability to apply information and to think critically is more important than ever. In essence, Tirukkural 373 encourages a balanced perspective, recognizing the value of both acquired knowledge and inherent wisdom. It prompts us to reflect on the factors that truly shape our understanding and actions. Nunniya nool pala karpinum mattundan unmai arivo migum. Even after learning many intricate texts, one's inherent knowledge will prevail. Though any number of books are learned and knowledge acquired, only knowledge according to fate stays. Thank you, sir. நுண்ணிய நூல் பல கலப்பிலும் மற்றுந்தல் உண்மை அறிவே மிகும்.
குறள் 374. இருவேறு உலகத்து இயற்கை திருவேறு தெள்ளியராதலும் வேறு. ஊழின் காரணத்தால் உலகத்து இயற்கையானது இருவேறு வகைப்படும். செல்வராதல் வேறு ஊழ், தெளிவான அறிவினராதல் வேறு ஊழாகும். അതായത് നേച്ചർ രണ്ടായിട്ടാണ് പറയുന്നത്. ഒന്ന്, ഒരു സൈഡിൽ അവർ ഒരു ബുദ്ധിമാനായിട്ട് ആകുന്നത്, മറ്റൊരു വശത്ത് അവൻ സമ്പന്നനാകുന്നത്. അതാണ് തിരുവള്ളുവർ പറയുന്നത്. ഇത് രണ്ടും ഊൾ ഫേറ്റ് കൊണ്ടാണ് ഈ രണ്ടും സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് നേച്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡ് സമ്പന്നരാകുന്നത്, മറ്റൊരു സൈഡ് ബുദ്ധിശാലികളായിട്ട് ആകുന്നത്. ഇതാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. ശ്രീകുമാരി മാം. ഭാഗം 1, അധികാരം 38, 374 കുറളാണ്. ഇരുവേർ ഉലകത്ത് ഇയർക്കൈ തിരുവേർ തെള്ളി ആരാതലും വേറു. വിധിയാലെ ലഭ്യങ്ങൾ രണ്ടുണ്ട് ഭൂമിയിൽ, ഏകമാം സമ്പത്തു മറ്റൊന്നു ജ്ഞാനം. ഇരുവിധം ലോക സ്വഭാവം. ധനം വേറെ, അറിവ് മറ്റ വേറെ. അറിവിറ്റോരാകലും വേറെ എന്നാണ് പറയുന്നത്. ധനവും വിധിയും രണ്ടും വേറെയാണ്. വിധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ആഗ്രഹിക്കുന്നു, എനിക്ക് വലിയൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ കോടീശ്വരനാണ്, എത്രയൊക്കെ ആലോചിച്ചാലും അതിന് നമുക്കൊരു, നാം ജനിക്കുമ്പോൾ തന്നെ എന്നാണ് പറയുന്നത്, എല്ലാം ഞാൻ ആരാകും എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് തിരുക്കുറളും വിധിയെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. വിധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വിധിയാൽ കിട്ടുന്ന ഗുണമാണ് രണ്ട്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് ഐശ്വര്യം. നമുക്ക് ഐശ്വര്യവും ജ്ഞാനവും വിധിയിലൂടെ ലഭിക്കും. അങ്ങനെയാണ് തിരുക്കുറൾ പറയുന്നത്. വിധി അനുകൂലമാണെങ്കിൽ മാത്രമേ അവന് കിട്ടുന്ന ഗുണം നന്മയായിരിക്കുകയുള്ളൂ. കിട്ടുന്ന ഗുണം രണ്ടാണ്. ഒന്ന് ധനം ധാരാളമായി വന്നു ചേരും. വിധിയുണ്ട്. നാം ആഗ്രഹിക്കും പോലെ വന്നു ചേരണമെങ്കിൽ അതിന് വിധിയും കൂടെ അനുകൂലമായിരിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ധനസമ്പത്ത് ധാരാളമായി വന്നു ചേരും, വിധി അനുകൂലമായി ഇരുന്നു. മറ്റൊന്ന് ജ്ഞാനം ആണ്. ആദ്യത്തെ ഗുണത്തിൽ ഐശ്വര്യവും രണ്ടാമത്തെ ഗുണത്തിൽ അറിവും കീർത്തിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഐശ്വര്യവും രണ്ടാമത്തെ ഗുണത്തിൽ അറിവും കീർത്തി ഉണ്ടാകുന്നു. എന്തിനായാലും വിധിയെ നമുക്ക് അനുകൂലമായി ഇരിക്കാം. അതാണ് തിരുക്കുറൾ പറയുന്നത്. അല്ലെങ്കിൽ ആഗ്രഹിച്ചത് കൊണ്ട് ഫലമില്ല. താങ്ക് യു. So it is the way of the world to have two different divisions, the gracious and the learned, each distinct in their nature. Here in this Quran, Thiruvallur observes that society naturally divides into two types of people. One is gracious man and another is learned man. And considering gracious man, they are individuals who are kind, generous, and virtuous. They excel in their moral conduct, compassion, and goodwill towards others. And their greatness lies in their character and their ability to uplift others through their actions and behavior. Whereas in learned person, they are individuals who are knowledgeable, wise, intellectually accomplished. They possess deep understanding, expertise, and the ability to guide others through their wisdom and learning. So in this context, Thiruvallur observes that this Quran reflects his deep understanding of human nature and society. He does not rank one group above other, but instead recognizes the unique contribution of both. This aligns with the broader themes of the Tirukkural, which emphasize balance, harmony, and the importance of both moral and intellectual
excellence. So കുറൾ 374 ഇരുവേറ് ഉലകത്ത് ഇയർക്കെ തിരുവേറ് തെള്ളിയ രാതലും വേർ. കുറൾ 375 நல்லவை எல்லா தீயவாம் தீயவும் நல்லவாம் செல்வம் செயற்கு. ഇതിൻ്റെ അർത്ഥം செல்வம் தேடும் முயற்சிக்கு நல்லூழால் தீயவையும் நல்லவையாகும், தீயூழால் நல்லவைகளும் தீயவை தருகின்ற தன்மையாவதிலும் உண்டு. അതായത് വിധി ഫേവറബിളായി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തിന്മ ചെയ്താലും അത് നന്മയായിട്ട് ഭവിക്കും. അതുപോലെ തിന്മ ചെയ്യുന്നവൻ അവൻ നന്മ ചെയ്താലും അത് തിന്മയായിട്ടേ ഭവിക്കും എന്നാണ് പറയുന്നത്. ഇത് എല്ലാവற்றுക്കും കാരണം ഫേറ്റാണ്. ഫേറ്റ് ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ നന്മ ചെയ്യുന്ന ഒരുത്തൻ തിന്മ ചെയ്താലും അത് നന്മയായിട്ട് ഭവിക്കും. അതുപോലെ തിന്മ ചെയ്യുന്ന ഒരുത്തൻ നല്ലത് ചെയ്താലും അത് തിന്മയായിട്ടേ ഭവിക്കും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം സന്യാസാശ്രമം അധികാരം 38 കൂഴ് അഥവാ വിധി. കുറൾ 375 നല്ലവൈ എല്ലാം തീയവാം തീയവും നല്ലവാം സെൽവം ചേർക്കു. നന്മയെല്ലാം തിന്മയായി വരാം, തിന്മയും നന്മയാം സമ്പത്ത് ചേർക്കാൻ. സർവജനങ്ങൾക്കും ജീവിത മുന്നേറ്റത്തിന് മാർഗദർശനം നൽകുന്ന അനുപമമായ നീതിശാസ്ത്ര ഗ്രന്ഥം ആണ് തിരുക്കുറൾ. ഏത് പ്രതിസന്ധിയിലും പരിഹാരം നിർദ്ദേശിക്കുന്ന, ഏതിരുട്ടിലും നക്ഷത്രത്തിരി കാട്ടുന്ന മഹനീയ വെളിച്ചം. അലസതയും നൈരാശ്യവും വെടിഞ്ഞ് രമ്യയാത്ര തുടരുവാനും ലക്ഷ്യപ്രാപ്തിക്കായി അനവരതം യത്നിക്കുവാനുമുള്ള പ്രചോദനം നൽകി തിരുക്കുറൾ മനുഷ്യരാശിയെ ഔന്നത്യത്തിലെത്തിക്കുന്നു. ഇവിടെ ഈ കുറളിന്റെ അർത്ഥം എന്ന് പറയുന്നത് ധനാർജനത്തിന്റെ അല്ലെങ്കിൽ സമ്പത്ത് നേടുന്നതിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ വിപരീത ഗതി ഉണ്ടായേക്കാം. അതായത് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ എതിർ ദിശയിലേക്ക് ഗതി പോയേക്കാം. അതുപോലെ മോശമായ അവസരങ്ങൾ ഗുണകരമായും വരും. സമയം, പരിതസ്ഥിതി, കഴിവ്, സാധ്യത ഇതെല്ലാം അനുകൂലമായിരുന്നാലും വിധി അനുകൂലിച്ചില്ലെങ്കിൽ ഉള്ളതും പോകും, ഒന്നുമില്ലെങ്കിലും എല്ലാം കൈവരികയും ചെയ്യും. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതനുസരിച്ച് നമുക്ക് ബാഹ്യസുഖങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് പോലെ ആന്തരിക സുഖവും നാം മനസ്സ് വെച്ചാൽ കൂടുതൽ നേടാനാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയും ഒരു സയൻസ് ഉണ്ട്, അതിന്റെ സാങ്കേതിക വിദ്യകളും ഉണ്ട്. നമ്മുടെ ഉള്ളിലെ ആ വിദ്യയാണ് നന്മയും തിന്മയും ഒരുവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഖുറാനിൽ പറയുന്നു, എന്താണ് നന്മ, എന്താണ് തിന്മ? നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത കുളിർമ നൽകുന്നത്, സമാധാനം നൽകുന്നത് തീർച്ചയായും നന്മ തന്നെ. അതുപോലെ നിങ്ങൾ ആരും കാണരുതേ എന്ന് തീരുമാനിച്ച് ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്നതും മനസ്സിനെ പിടപ്പിക്കുന്നതുമായത് തിന്മയും. നന്മയും തിന്മയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആപേക്ഷികമാണ്. ഒരു മനുഷ്യജന്മം എന്നത് സമയത്തിനടിമയാണ്. എപ്പോഴാണോ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന സമയം, അതിലേക്ക് ഓരോ നിമിഷവും നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. നന്മയ്ക്ക് പകരം നന്മ മാത്രമേ ഉള്ളൂ. നന്മയ്ക്ക് പകരം നന്മ മാത്രമേ ഉള്ളൂ. കുറച്ചുകാലം തിന്മ ചെയ്യാം, പിന്നീട് നന്മ ചെയ്യാം എന്ന് കരുതിയാൽ സമയബന്ധിതമായ ജീവിതത്തെ എങ്ങനെയാണ് വേർതിരിക്കാനാവുക? തിന്മ ചെയ്യുന്ന ഒരാൾ 1000 വർഷം ജീവിക്കുന്നത് ആർക്ക് പ്രയോജനം? നന്മ ചെയ്യുന്നയാൾ ഒറ്റ ദിവസം ജീവിച്ചിരുന്നാൽ തന്നെ ധാരാളം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
വേണ്ട രീതിയിൽ അതിനെ പാകപ്പെടുത്തേണ്ടത് നാം തന്നെയാണ്. നന്മയും തിന്മയും ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. നന്മ നിറഞ്ഞ ജീവിതം വളരെ അമൂല്യമാകുന്നത് അത് വളരെ കുറച്ചു സമയം മാത്രമുള്ളത് കൊണ്ടാണ്. നന്മ മനസ്സ് സമയത്തെ കൂടി പരിഗണിക്കുന്നു. ഇതിനെക്കുറിച്ച് ബോധവാനാണെങ്കിൽ നമ്മൾ തീർച്ചയായും നന്മ ചെയ്യാനാണ് കൂടുതൽ ഔത്സുക്യം കാണിക്കേണ്ടത്. എന്ത് ചെയ്യും സമ്പാദിക്കണം, സുഖിക്കണം എന്നുള്ള ചിന്ത ഇന്ന് യുവതി യുവാക്കളിൽ അതിരൂക്ഷമായി കടന്നു വന്നിട്ടുള്ള സ്വഭാവ വൈകല്യമാണ്. ലഹരിക്കടിമയാകുന്ന യുവാക്കൾ ബോധം മറയുമ്പോൾ കൊല്ലുന്നത് അടുത്ത ബന്ധുക്കളെ പോലും. കൗമാരക്കാർക്കിടയിൽ അവരെ വ്യാപിക്കുന്ന അക്രമവാസന. ഇത്തരം തിന്മകൾ കൊണ്ടു നിറഞ്ഞ ലോകമായി നാം മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റപ്പെടുകയാണ്. ഈ ഖുറനിൽ പറയുന്നു, സമ്പത്ത് കൂട്ടാനായി ചിലപ്പോഴൊക്കെ തിന്മയെ കൂടി കൂട്ടാറുണ്ട്. അവിടെ തിന്മ സമ്പത്ത് ചേർക്കൽ എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ടുഴലുന്ന ഒരാൾ പണം കടം മേടിക്കുന്നു എന്ന് കരുതുക. ആ പണം പോലും മടക്കിക്കൊടുക്കാൻ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അഭിമാനിയായ അയാൾ ഏറെ കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ അയാൾ എങ്ങനെയാണ് ആ പണത്തിനോടൊപ്പം പലിശ കൂടി ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് തന്നെ അക്കാലത്ത് പലിശ നിരോധിച്ചു. ഇവിടെ നാം നന്മ കാണുന്നു. എന്നാൽ ഇപ്പോൾ പലിശ മേടിച്ച് പണത്തെ പെരുപ്പിക്കുന്നയാൾ അല്പനേരത്തേക്ക് കണ്ണടയ്ക്കുന്നു. അയാൾക്ക് നാൾക്കുനാൾ സമ്പത്ത് കൂടുന്നു. ഇവിടെയാണ് ഈ ഖുറനിന്റെ രണ്ടാം ഭാഗം, തിന്മയും നന്മയാ സമ്പത്ത് ചേർക്കാൻ എന്നുള്ളത് അർത്ഥമാകുന്നത്. ഭാഗ്യക്കുറി വിൽപ്പനക്കാരൻ നന്മയാണോ ചെയ്യുന്നത്? ലോട്ടറി സമ്മാനം ലഭിക്കുന്നതിലൂടെ അതിന്റെ പ്രവർത്തകർ നന്മ ചെയ്യുന്നുവെന്ന് ധരിക്കുന്നു. എന്നാൽ സമ്മാനം ലഭിക്കാത്തവനോട് നീതികേടല്ലേ കാണിക്കുന്നത്? അവിടെ തിന്മ നടക്കുന്നില്ലേ? ഇവിടെയും തിന്മയും നന്മയാ സമ്പത്ത് ചേർക്കാൻ എന്ന് നമുക്ക് കൂട്ടി വായിക്കാം. അതെ, നന്മയെല്ലാം തിന്മയായി വരാം, തിന്മയും നന്മയും സമ്പത്ത് ചേർക്കാൻ. ഓവർ. തിരുക്കുറൽ 375. This Quran emphasizes the corrupting influence of excessive greed and similar mind pursued wealth. Tirukkural observes that virtues turn into evil. When a person became overly focused on accumulating wealth, even their good qualities, virtues, can be twisted into negative traits. For example, generosity may turn to greed. Honesty may be replaced by deceit. Compassion may be changed to selfishness. And evil may become virtue. So in pursuit of wealth, people may justify unethical and harmful actions as necessary to even virtues. For instance, exploitation of others may be seen as smart business. And dishonesty may be labeled as strategic thinking. And ruthlessness may be celebrated as ambition. So the Quran aligns with the broader themes of wealth. And the section of Quran which discuss the ethical acquisition and the use of wealth. And Tirukkural consistently emphasizes that the wealth should be earned and be used in ways that align with moral principles and contribute to the greater good. And he again warns against allowing wealth to become an end of in itself and can be lead to moral corruption and societal harm. Quran 375. നല്ലവൈ എല്ലാം തീയവാം തീയവും നല്ലവാം സെൽവം ചേർക്കും. 376. பரியினும் ஆகாவாம் பாலல்ல உய்த்து சொரியினும் போகாதம. வருந்தி காப்பாற்ற முயன்றாலும் நல்லோள் இல்லாத போது எதுவுமே ஆகாது. கொண்டு போய் வெளியே சொரிந்தாலும் நல்லோள் இருந்தால் நம் பொருள் போகாது. அதாவது
നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നമ്മുടെ ഫേറ്റ് ശരിയില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് പോയേ പറ്റും. അതുപോലെ നമ്മുടെ ഉള്ള പൊരുൾ, നമ്മുടെ സമ്പത്ത് കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ പുറത്തു പോയി കൊട്ടിയാലും അത് നമുക്ക് തിരികെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് വള്ളുവർ പറയുന്നത്. അതായത് നല്ല അതായത് ഫേറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ നടക്കും. അതർ സൈഡാണെങ്കിൽ നമ്മൾക്ക് തിന്മയെ നടക്കും എന്നാണ് പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൽ 376. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ. തിരുക്കുറളിൽ മോക്ഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ധർമാർത്ഥ കാമങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുകയും നീതിപൂർവം ജീവിക്കുകയും ചെയ്യുന്നവന് മോക്ഷം സ്വയമേവ സംസിദ്ധമാകുന്നു എന്നതാണ് അതിന്റെ പൊരുൾ. കുറൽ 376. പരീനും ആകാവാം പാലല്ല ഉയ്ത്തു ചൊരീനും പോകാതമ. ബന്ധിക്കിലും നിൽക്കാ സമ്പത്തു ദൂരത്ത് ചിന്തിയാൽ പോകാ വിധിയാൽ. വന്നതു പോവില്ല, പോയതു വരില്ല. ഇത് സാധാരണമായ ഒരു ലോകവാക്യം. എന്നാൽ വിധിയുടെ ലീല ഇതിന്റെ മറുപുറം കാണിക്കും. അതായത് വന്നതു പോകും, പോയതു വരും. ആർജിത സമ്പത്ത് വിധിവശാൽ തൻ്റേത് മാത്രമാണെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം തനിക്കുണ്ടെങ്കിൽ എത്ര ദൂരം കൊണ്ടുപോയി ചൊരിഞ്ഞാലും അത് വിട്ടുപോവില്ല, ഒപ്പം തിരികെ വരും. മറിച്ച് തൻ്റേതല്ലാത്ത സമ്പത്ത് അനുഭവിക്കാൻ തനിക്ക് വിധിയില്ലാത്ത സമ്പത്ത് എത്ര തന്നെ ഭദ്രമായി കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരുന്നാലും അത് നിലനിൽക്കില്ല, വിട്ടുപോവുക തന്നെ ചെയ്യും. എങ്ങനെ പോയി, എപ്പോൾ പോയി എന്നൊന്നും ഉടമസ്ഥൻ അറിയുക പോലുമില്ല. വരേണ്ടത് എങ്ങനെ വന്നു, എപ്പോൾ വന്നു എന്നൊന്നും അറിയാത്തതുപോലെ. എല്ലാം വിധി പോലെ. സമ്പത്തിനുമേൽ ആധിപത്യവും അനുകൂല പ്രതികൂല സ്വാധീനവും ഒക്കെയുള്ളത് വ്യക്തിക്കല്ല, വിധിക്കു മാത്രം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരമസുഖം നൽകുന്ന ഉപാധികൾ കോടിക്കണക്കിന് സമ്പാദിച്ചു വച്ചിരുന്നാലും അനുഭവയോഗ്യമായ ദ്രവ്യം ആവശ്യത്തിലുമേറെ സ്വരൂപിച്ചു കാത്തിരുന്നാലും ദൈവം വിധിച്ചിട്ടുള്ളതെന്തോ അത് മാത്രമല്ലാതെ യാതൊന്നും അധികമായി അനുഭവിക്കാൻ ആർക്കും യോഗമുണ്ടാകുന്നില്ല. ചിലപ്പോൾ ഒരല്പം പോലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നും വരും. 1000 തെങ്ങുള്ള അമ്മാവന് പല്ലിട കുത്താൻ ഈർക്കിലില്ല എന്ന് പറഞ്ഞതുപോലെ. വില്ലുമംഗലത്തെ ഒരു നമ്പൂതിരിക്ക് വിദുഷിയായ ഒരു അമ്പലവാസി സ്ത്രീയോടുണ്ടായ ആസക്തി കാരണം കടുത്ത മഴയായിട്ടും രാവേറെ ചെന്നിട്ടും അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടു. ചൂട്ടുകറ്റ മഴയിൽ കെട്ടു. കൂറ്റാക്കൂറ്റിരുട്ടത്ത് നദി കടക്കാൻ മിന്നൽ വെട്ടത്തിൽ കണ്ട ഒരു മരത്തടിയെ അദ്ദേഹം ആശ്രയിച്ചു. തടിയുടെ അറ്റത്തുള്ള കയറ് അടുത്തൊരു മരത്തിൽ ബന്ധിച്ചു. ഇത്രയും ക്ലേശിച്ചതിന്റെ 100-1 ഭഗവത് സാമീപ്യത്തിനു വേണ്ടി ക്ലേശിച്ചിരുന്നെങ്കിൽ അങ്ങ് ഇതിനകം മുക്തി നേടുമായിരുന്നില്ലേ എന്ന് ആ വിദുഷി വില്ലുമംഗലത്തോട് ചോദിച്ചു അത്രേ. അതോടെ അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. ഇരുട്ടിൽ നദി കിടക്കാൻ ഉപയോഗിച്ച തടി കെട്ടിത്തൂങ്ങി മരിച്ച ഒരുവന്റെ പ്രേതമായിരുന്നു. കഴുത്തിലെ കയറാണ് അദ്ദേഹം മരത്തിൽ ബന്ധിച്ചത്. മാനസാന്തരം വന്ന വില്ലുമംഗലം മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചു. ശ്രേഷ്ഠനായ ഋഷിയായി. ശ്രീകൃഷ്ണ കർണാമൃതം എന്ന അനശ്വര കാവ്യം എഴുതി. ആസ്തിക്യത്തിന്റെ അടിത്തറയിൽ അനവധി പ്രതിഷ്ഠകൾ നടത്തി സ്വയം പ്രതിഷ്ഠിതനായി. സാധാരണ വില്ലുമംഗലം അങ്ങനെ സാക്ഷാൽ വില്ലുമംഗലത്ത് സ്വാമികളായി. പിന്നീടൊരിക്കൽ ഋഷിയാണെങ്കിലും ജീവിതത്തോടുള്ള ആഗ്രഹം കൈവിടാൻ അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിരുന്നില്ല. വില്ലുമംഗലം സ്വാമിയാർക്ക് കലശലായ ഒരു വയറ്റിൽ വേദന കാരണം പൊറുതിമുട്ടിയ അദ്ദേഹം ഭഗവാൻ കൃഷ്ണനോട് അതൊന്ന് മാറ്റിത്തരണമെന്ന് പലവുരു അപേക്ഷിച്ചു നോക്കി. ഭഗവാൻ അത് ചെവിക്കൊണ്ട ഭാവം പോലും നടിച്ചില്ല. ഒടുവിൽ ഒരു വൈദ്യസന്യാസി നൽകിയ കുറിപ്പടി അനുസരിച്ച് വില്ലുമംഗലം കഷായം സേവിച്ചു. വയറ്റിൽ വേദന നിശേഷം മാറി. വിവരമറിഞ്ഞ ഭഗവാൻ സ്വാമികളോട് ചോദിച്ചു അത്രേ, ആ വേദന സഹിക്കാമായിരുന്നില്ലേ വില്ലുമംഗലത്തിന്? ഇനിയിപ്പോൾ 3 ജന്മം കൂടി ജനിക്കേണ്ടി വരും. 1 കാള, 2 നാഗപ്പാമ്പ്, 3 കൃഷ്ണതുളസി. അതൊഴിവാക്കാനാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. വില്ലുമംഗലം വീണ്ടും ജനിച്ചു. കാളയായി, നാഗമായി, കൃഷ്ണതുളസിയായി. അത് വിധിയുടെ വിളയാട്ടം. കുറൽ 376.
പരിയിനും ആകാവാം പാലല്ല ഒഴുത്തു ചൊരിയിനും പോകാതമ. ബന്ധിക്കിലും നിൽക്കാ സമ്പത്ത് ദൂരത്ത് ചിന്തിയാൽ പോകാം വിധിയാൽ. താങ്ക് യു. Undeserving wealth preserved in any way will be lost by fate. If it is staying, whatever you spend, it remains. So here in Tirukkural 376 is a profound couplet that addresses the impermanence of ill-gotten wealth and the enduring value of wealth used for virtuous purpose. Tiruvalar in this timeless wisdom emphasizes the wealth occurs through unethical means or preserved without deserving it will be inevitably be lost. While the wealth spent wisely and righteously will endure. So the Quran conveys two main ideas. One is undeserving wealth is temporary. And the next idea is wealth spent by virtuously is endures. So here, this section of this Quran, which discusses the ethical acquisition and preservation and the use of wealth, the Tiruvalar consistently emphasizes that wealth should be earned and used in ways that align with moral principles. He warns against greed, exploitation, and unethical behavior, highlighting the transient nature of ill-gotten wealth and enduring value of virtuous actions. Quran 376. പരിയനും ആകാവാം പാലല്ല ഉയിത്ത് ചൊരിയനും പോകാതമം. Quran 377. வகுத்தான் வகுத்த வகையல்லால் கோடி தொகுத்தார்க்கும் துய்த்தல் அரிது. இதன் அர்த்தம், ஊழை வகுத்தவன் வகுத்துவிட்ட வகைப்படி அல்லாமல் கோடியாக பொருள் தொகுத்தவர்க்கும் அவற்றை துய்த்தல் என்பது அரிதாகும். അതായത് നമുക്ക് എങ്ങനെ തലവര എങ്ങനെ ഇരിക്കുന്നോ അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുമെന്നാണ് ചുരുക്കത്തിൽ പറയാം. എത്ര നമ്മൾ ശ്രമിച്ചാലും കോടി കോടിയായിട്ട് നമ്മൾ പൈസ സമ്പത്ത് ഉണ്ടെങ്കിലും അതിന് നമ്മൾ തുയ്ത്തൽ എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യുന്നത്, അതിനെ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് നേരത്തെ വരച്ച വര പോലെ ആയിരിക്കും. വിധി എങ്ങനെ നമ്മൾക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. എത്ര പൈസ കോടി കോടിയായിട്ട് പൈസ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് അർത്ഥം. ഓവർ സർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം അധികാരം 38 ഊഴ് അഥവാ വിധി. കുറൾ 377. വകുത്താൻ വകുത്ത വകൈ അല്ലാൽ കോടി തൊകുത്താർക്കും തുയ്ത്തൽ അരുതു. ദൈവം വകുത്തതിലേറെ 1 കോടി ഉള്ളോർക്കും സാധ്യമല്ലുണ്ണാൻ. ദൈവം വകുത്തതിലേറെ 1 കോടി ഉള്ളോർക്കും സാധ്യമല്ലുണ്ണാൻ. ബൃഹത്തായ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടും സ്വാംശീകരിച്ചും ജീവിതം നയിക്കുന്ന ഒരു മഹാമനുഷ്യന് മാത്രമേ നിത്യപ്രസക്തിയുള്ള ഒരു ശാശ്വത ഗ്രന്ഥത്തിന്റെ കർത്താവായി തീരാൻ ഭാഗ്യമുണ്ടാവൂ. ഒരു ദീപത്തിൽ നിന്നും 1000 ദീപങ്ങൾ തെളിയിക്കുന്നത് പോലെയാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ ജനമനസ്സുകളിൽ ജീവൽ പ്രഭ തെളിയിക്കുന്നത്. തിരുക്കുറൾ മനസ്സിലാക്കിയ ഒരാൾ ആനന്ദകരമായ ജീവിതം നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ആത്മീയ ഗ്രന്ഥം പോലെ സർവവ്യാപകമായി പ്രകാശിക്കുന്ന ഖുറൽ വൈജ്ഞാനികവും വൈകാരികവുമായ തലങ്ങളിലൂടെ മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്കും പരമസുഖം നൽകുന്ന ഉപാധികൾ കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിരുന്നാലും പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരമസുഖം നൽകുന്ന ഉപാധികൾ കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിരുന്നാലും അനുഭവിക്കാൻ പാകത്തിൽ ധാരാളം സമ്പത്ത്, മറ്റു വസ്തുക്കൾ എന്നിവ കരുതി വെച്ചിരുന്നാലും
എന്താണോ നമുക്ക് അനുഭവിക്കാനായി ദൈവം അനുവദിച്ചു തരുന്നത് അതുമാത്രമേ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അതും നമ്മുടെ കർമ്മത്തിന്റെ ഫലമായി മാത്രമേ ദൈവം വിധിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതം ഭൗതിക സുഖഭോഗങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ഉപാധി മാത്രമല്ല. ദൈവത്തെ പോലെയാകാൻ ശ്രമിക്കുക, ഒരിക്കലും ഒന്നിനും തലയിടരുത്. നമ്മൾ ഓരോ കാര്യവും നേടുന്നതിനായി ദൈവത്തെ വിളിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യവും നമ്മുടെ പരിശ്രമമില്ലാതെ നേടാനാകുന്നില്ല. ആ നേടലിന്റെ പേരാണ് കർമ്മഫലം. ഉത്തമമായൊരു ജീവിതം ഒന്നില്ല. അതിനെ സമ്പൂർണതയിൽ എത്തിക്കാൻ ശ്രമിക്കാം, ഏറെക്കുറെ സാധ്യമാക്കാം. ജീവിത വിജയം എന്നത് അവനവന്റെ തന്റെ മനസ്സിന്റെ സന്തോഷമാണ്. കോടികൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖം പകരുന്ന കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഞാൻ മറ്റുള്ളവനേക്കാൾ 1000 മടങ്ങ് സന്തോഷവാനാണ്, ആനന്ദത്തിലാണ് എന്നുള്ള വിചാരമാണ് ഒരാളിന്റെ ജീവിതം ആനന്ദമയമാക്കുന്നത്. പുറമേയുള്ള ദ്രവ്യങ്ങൾക്ക് കണ്ണുകൾക്ക് വിസ്മയവും ആനന്ദവും മാത്രമേ നൽകാനാവൂ. ഇവിടെ ദൈവം എന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സാണെന്ന് കാണാം. ഒരാളിന്റെ കഴിവ് പ്രകടമാകണമെങ്കിൽ അവന്റെ മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം. എത്ര തന്നെ കോടികൾ സമ്പാദിച്ചാലും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ പിന്നിടുന്നവരെ നമുക്ക് കാണാം. വൻകിട ബിസിനസ്സുകാർ ഓഹരി വിപണിയിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ചോർത്ത് മനപ്രയാസപ്പെടുന്നു. ധനമുണ്ടായിട്ടും അവർക്ക് മനസ്സുഖം ലഭിക്കുന്നില്ല. ഒരാൾ സമ്മർദ്ദത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല. സ്വയം ദുർബലനാകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു പൂർണ്ണ മനുഷ്യനായി ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ ആവശ്യകതയാണ് മനോബലം എന്നത്. കർമ്മം എന്ന വാക്കിന്റെ അർത്ഥം പ്രവൃത്തി എന്നാണ്. നമ്മൾ ഓരോരുത്തരും ശാരീരിക വൈകാരിക കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ വൈകാരികവും ശാരീരികവുമായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി നമ്മൾ ശ്വസന പ്രക്രിയ നടത്തുന്നു. ഇവിടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ക്രയവിക്രയമാണ് നടക്കുന്നത്. ഇവിടെ ചെടികളും ജീവികളും അവരവരുടെ കർമ്മം ചെയ്യുന്നു. അതുപോലെ കർമ്മഫലം അന്യോന്യം അനുഭവിക്കുകയും ചെയ്യുന്നു. അഥവാ കർമ്മത്തിനും കർമ്മഫലമുണ്ട്. ജോലി നേടാനായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കർമ്മഫലമായി ജോലി നേടാൻ കഴിയുന്നു. പോഷകാഹാരം, അതുപോലെ തന്നെ പോഷകാഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വ്യായാമവും എടുക്കുന്ന ഒരാൾക്ക് ആരോഗ്യമുള്ള ശരീരവും കർമ്മഫലമായി ആരോഗ്യമുള്ള മനസ്സും ലഭിക്കുന്നു. ഒരു നിഷ്കർമ്മിയാകാൻ അഥവാ അലസനാകാനും കുറച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാം? അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തികൾ ചെയ്യേണ്ടതായി വരും. അതായത് അലസനായിരിക്കാൻ, ഒന്നും ചെയ്യാതിരിക്കാൻ, കർമ്മം ചെയ്യാതിരിക്കാൻ. ഖുറാനിലെ ഒരു സൂക്തമുണ്ട്, ഐഹിക ജീവിതം വെറും കളിയും വിനോദവും മാത്രമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തികൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള കർമ്മഫലം, അതായത് പ്രതിഫലം, അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. കർമ്മം എന്നാൽ വിധി എന്നാണ് നാം പലപ്പോഴും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല അത് അർത്ഥമാക്കുന്നത്. കർമ്മം എന്നാൽ പ്രവൃത്തി എന്നാണ്. എന്താണോ എൻ്റെ പ്രവൃത്തി, അതിൽ നിന്നാണ് എനിക്ക് കർമ്മഫലം ലഭിക്കുന്നത്. അതായത് എൻ്റെ ജീവിതം ഞാൻ സൃഷ്ടിക്കുന്നതാണ്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. വകുത്ത വകൈ അല്ലാൽ കോടി തൊകുത്താർക്കും തുയ്ത്തൽ അരുതു. ദൈവം വകുത്തതിലേറെ 1 കോടി ഉള്ളവർക്കും സാധ്യമല്ലുണ്ണാൻ. താങ്ക് യു സർ. താങ്ക് യു മാം. വകുത്ത വകൈ അല്ലാൽ കോടി തൊകുത്താർക്കും തുയ്ത്തൽ അരിതു. Sacred verse 377. Even those who amass millions cannot enjoy them except as destiny has allotted even. This Quran emphasizes
that even immense wealth cannot be enjoyed beyond what fate has predetermined. We can go to the story of Karna, Mahabharata. Karna was a mighty warrior known for his generosity and skill. He possessed immense potential and even received divine gifts. However, his life was marked by a series of misfortunes. He was born out of wedlock, abandoned by his mother, faced social stigma, and was ultimately killed in battle. Despite his extraordinary abilities and attempts to change his fate, destiny played a significant role in his life. While Karna acquired much and was a very capable man, fate or destiny prevented him from enjoying the fruits of his labors. We can go to a modern example for Kural 377, focusing on the idea that accumulated wealth doesn't guarantee enjoyment beyond what's destined. Imagine a tech entrepreneur, Arun, who works relentlessly building a multi-billion-dollar company. He amasses immense wealth, owning luxurious mansions, private jets, and a vast portfolio of investments. However, Arun develops a rare debilitating illness. Despite having access to the best medical care in the world, he is confined to a hospital bed, unable to enjoy any of his material possessions. He cannot enjoy the food, travel, or experiences that his wealth would normally provide. He cannot enjoy time with the family and friends in a normal way. We can see the relation to Kural 377. Arun's story illustrates that even with vast wealth, Kodi Toguttarkum, he cannot enjoy, that is Tektal, beyond what fate, or in this case, a health condition, has allotted. It highlights the limitations of material possessions in ensuring true happiness and fulfillment. It is a very clear example of how even with all the money in the world, you cannot buy your way out of your destiny. Thank you, sir. குறள் 377 வகுத்தான் வகுத்த வகை அல்லால் கோடி தகுத்தார்க்கும் துய்த்தல் அரிது. குறள் 378. துறப்பார் மண் துப்புரவு இல்லார் உரற்பால ஊட்டா களியும் எனின். ஊழால், ஊழ் എന്ന് പറഞ്ഞ വിധി, ஊழால் வரும் துன்பங்கள் நீங்குமானால் ஏழைகளும் துறவியாகி விடுவார்கள். അതായത് ഈ വിധി കൊണ്ട് വരുന്ന കഷ്ടങ്ങൾ പോകുമാണെങ്കിൽ പാവപ്പെട്ടവനും സന്യാസത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. തുറവി എന്ന് പറഞ്ഞാൽ ആശകളെ, അതായത് ഇഷ്ടങ്ങളെ തുറക്കുന്നവനാണ് തുറവി. തുറവി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാവി ധരിച്ച് ഉത്രാക്ഷവും ഇട്ട് പോകുന്നതല്ല. മനസ്സിൽ തോന്നുന്ന ആശ, ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നവനാണ് തുറവി. ഇതാണ്, അതായത് വിധി കൊണ്ട് വരുന്ന കഷ്ടപ്പാട് പോവുകയാണെങ്കിൽ സാധാരണക്കാരനും തുറവിയാകും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. കുറൾ ഭാഗം 1, അധികാരം 38, 378. തുറപ്പാർമൻ തുപ്പുരവില്ലാർ
ഉറപ്പാല ഊട്ടാ കഴിയും എന്ന്. നിത്യമാം ദുഃഖത്തിലാണ്ടിടും നിസ്വരും, യോഗികളായിടും വിധിബലമില്ലെങ്കിൽ. സന്യാസമൽ കേൾക്കാം ദരിദ്രം വിധിഗീതം അന്യഥാ തുമ്പമൂട്ടായികിൽ. വിധിബലമില്ലെങ്കിൽ നിത്യദുഃഖത്തിൽ ആണ്ട് കിടക്കുന്ന ദരിദ്രർ സന്യാസിക്കും. ദരിദ്രർ സന്യസിക്കും, എന്നാൽ വിധിബലത്താൽ അവൻ സന്യസിക്കുന്നില്ല. എല്ലാത്തിനും വിധിയാണ് പറയുന്നത്. വിധി വിഹിതം അലംഘനീയമാണ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാകുന്നത്. നിത്യദുഃഖത്തിൽ ആണ്ട് കിടക്കുന്ന ദരിദ്രർ വിധിയുടെ ബലത്തിലാവണം സന്യസിക്കാൻ. വിധിയുള്ളത് കൊണ്ട് അവർക്ക് സന്യസിക്കാൻ പറ്റില്ല, എത്ര ദുഃഖം ഉണ്ടെങ്കിൽ. വിധിബലം ഇല്ലായിരുന്നുവെങ്കിൽ ഇക്കൂട്ടർ സന്യസിക്കുകയും മോക്ഷപ്രാപ്തിക്കായി തപസനുഷ്ഠിക്കുകയും ചെയ്യും. പക്ഷെ വിധിയാണ് അവരെ അനുവദിക്കുക. വിധി ഒരുവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. ഈ കുറലില് ഈ ഭാഗത്ത് പറയുന്നതെല്ലാം വിധിയെ പറ്റിയാണ്. എല്ലാത്തിനും വിധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര ഭാഗ്യം ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗം വേണം. പറയല്ലേ നമ്മൾ സാധാരണ അവനെ അനുഭവിക്കാനുള്ള യോഗമില്ല, അതാണ് സംഭവിക്കാത്തത്. അതുപോലെ എല്ലാത്തിലും വിധിയെയാണ് എടുത്ത് കാണിക്കുന്നത്. വിധി ഒരുവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. വിധിയാണ് എല്ലാം നമുക്ക് തരുന്നത്. നമ്മ അത്ര തന്നെ പ്രവർത്തിച്ചാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, വിധി ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവ യോഗം ഉണ്ടാവുകയുള്ളൂ. അതെപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. വിധി നമുക്കറിഞ്ഞില്ല, നമ്മളെ വിധി എന്താണ്, നാളെ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്, നാളെ എന്താവും എന്നുള്ളത് നമുക്കിന്ന് പ്രവചിക്കാനാവില്ല. പിന്നെ ജ്യോത്സ്യന്മാരൊക്കെ പ്രവചിക്കും, അതൊക്കെ 100% സത്യമാകണമെന്നില്ലല്ലോ. അങ്ങനെ വിധിയിൽ നാം വിശ്വസിക്കുന്നു. വിധി എന്നത് ഭഗവാനെന്നോ ദൈവമെന്നോ സങ്കല്പിക്കും. നമുക്ക് ഭഗവാനെ പറ്റി സങ്കല്പിക്കാം. വിധി ഭാഗ്യം എന്നും പറയാം. വിധി ഭാഗ്യമാണെങ്കിൽ അത് എന്താണ്, നമുക്ക് സൗഭാഗ്യം ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാകും. സമ്പത്ത് എത്ര ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ ഭാഗ്യം വേണം. നമുക്ക് സമ്പത്തുണ്ട്, ഭാഗ്യം വേണം. അനുഭവിക്കാതെ ആയാൽ വെറും ഭാഗ്യമല്ല, സൗഭാഗ്യമാണ്. അങ്ങനെ എല്ലാം വിധി വിഹിതം അകലങ്കരീയം. വിധിയിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജന്മം, നാം ജനിക്കുമ്പോൾ നമ്മുടെ വിധി നമ്മുടെ തലയിൽ എഴുത്തെന്നൊക്കെ പറയും. തലച്ചോറിനകത്ത് എല്ലാം എഴുതി വരുമെന്നാണ് പറയുന്നത്. ഇന്നലെ യൂട്യൂബിൽ വായിച്ചു. ജനിക്കുമ്പം തന്നെ തലച്ചോറിന്റെ അടിയിലും എല്ലാം എഴുതി വെച്ചേക്കും. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. കൈരേഖ പോലെ തലയിലും രേഖയുണ്ടെന്നാണ്. താങ്ക് യു സർ. കുറൽ 378. If sorrows by destiny do not trouble, even the poor would have become sannyasins. So here Thirukkural 378 is a thought-provoking couplet that reflects on the role of destiny and suffering in shaping human life. Thiruvalar is in his profound wisdom observes that if sorrows and hardships were not a part of life, imposed by destiny, even poor might have chosen a life of renunciation or sannyasa. And this Qur'an highlights the inevitability of suffering and its role in motivating individuals to strive and work for their life goal. So it conveys two key ideas. Idea number one is role of destiny is suffering. Sorrows and hardships are often imposed by destiny or fate, and they play a crucial role in shaping human life. And the second part is poverty and renunciation. The Quran suggests that if suffering were not a part of life, even the poor who have little material wealth might chosen to renounce worldly life and became sannyasins. However, the presence of sorrows and the need to overcome them compel individuals to remain engaged in the world and working for their
sustenances. And the Kurul again explains the ethical and practical aspect of life, including wealth, work, and destiny. And he often emphasizes the importance of fulfilling one's duties and responsibilities, even in the face of challenges. And he recognizes that sufferings and hardships are natural part of life and serves a purpose in motivating individuals to act and grow. Kurul 378. തുറപ്പാർമൻ തുപ്പുരവ് ഇല്ലാർ ഉറപ്പാല ഊട്ട കഴിയും എനി. Kurul 379. Sir, unmute ചെയ്യണം. Adhiban sir, unmute ചെയ്യണം. ஓகே சார், ஓகே, சரி. நன்றாங்கால் நல்லவா காண்பவர் அன்றாங்கால் அல்லற்படுவதெவன். ஊழால் நன்மைகள் விளையும் போது அவற்றை நல்லவையாக காண்பவர்கள் அது இல்லாத கேடு காலத்தில் துன்பப்படுவதுதான் எதற்காக. அதாவது വിധി കൊണ്ട് നമുക്ക് നന്മ കിട്ടുമ്പോൾ സന്തോഷപ്പെടുന്നവൻ അതേ സമയത്ത് വിധി കൊണ്ട് തിന്മ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ കഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് തിരുവള്ളുവർ. ഓവർ സർ. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 38 ഊഴ് അല്ലെങ്കിൽ വിധി. തമിഴ് ജനതയ്ക്ക് തിരുക്കുറളിൽ നിന്നുള്ള ഉദ്ധരണികളില്ലാതെ ഒരു ദിവസമില്ല, ഒരു പ്രസംഗമില്ല, ഒരു പാഠപുസ്തകമില്ല. അത്ര കണ്ട് ഒരു ജനസംസ്കാരത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥം ലോകത്ത് മറ്റൊരു ഭാഷയിലുമില്ല. എല്ലാ ഭാഷകളും ഇരു കൈയും നീട്ടി കുറളിനെ സ്വന്തം സംസ്കാര സാമ്രാജ്യത്തിലേക്ക് വിവർത്തന രീതിയ സ്വാഗതം ചെയ്ത് ഭദ്രപീഠം നൽകി വാഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറൾ 379. നൻറാങ്കാൽ നല്ലവ കാൺപവർ അൻറാങ്കാൽ അല്ലർ പടുവതു യവൻ. നല്ലതിൻ നന്മയിൽ സന്തോഷിപ്പോർ എന്തിനല്ലലിൽ ദുഃഖിച്ചിടുന്നു. നല്ലതിൻ നന്മയിൽ സന്തോഷിപ്പോർ എന്തിനല്ലലിൽ ദുഃഖിച്ചിടുന്നു. നന്മ ചെയ്താൽ നല്ലത് വരും, ആ ഫലം വേണം. എന്നാൽ തിന്മയുടെ ഫലം ആർക്കും വേണ്ട. ഗുണം വേണം, ദോഷം വേണ്ട. സുഖം വേണം, ദുഃഖം വേണ്ട. മധുരം വേണം, കയ്പ് വേണ്ട. ഇതെന്തു ന്യായം? നന്മയുടെ നല്ല ഫലങ്ങൾ കൈവരുമ്പോൾ അതിൽ നിന്നുള്ള സുഖം പരമാവധി അനുഭവിക്കാനല്ലാതെ അതൊന്നും വേണ്ടെന്ന് വെക്കാനോ ഒഴിഞ്ഞു മാറാനോ ആരും മുതിർന്നു കാണുന്നില്ല. അതേസമയം അതേ ആളുകൾ തന്നെ തിന്മയുടെ കൈപ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമാത്രം ത്യജിക്കാനും രക്ഷപ്പെടാനുമൊക്കെ പരിഭ്രാന്തരായി ഉഴറി നടക്കുന്നതിൽ എന്താണ് ന്യായം? സുഖങ്ങളെപ്പോലെ ദുഃഖങ്ങളെയും സ്വീകരിച്ച് അനുഭവിക്കേണ്ടതല്ലേ? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീരണമെന്നാണ് വിധി നിശ്ചയം. അതിന് വിധേയരായേ പറ്റൂ. കുറൾ 379. നൻറാങ്കാൽ നല്ലവാ കാൺപവർ അൻറാങ്കാൽ അല്ലർ പടുവതു യവൻ. നല്ലതിൻ നന്മയിൽ സന്തോഷിപ്പോർ എന്തിനല്ലലിൽ ദുഃഖിച്ചിടുന്നു. താങ്ക് യു. When boons come, you enjoy knowing that they are good. And on mishaps, why do you worry? So here Tirukkural 379 is a profound and uplifting couplet that encourages a balanced and philosophical approach to life's ups and downs. Tiruvallur in his timeless wisdom advises individuals to enjoy the good time with gratitude and not worry excessively during difficult times, as both are part of the nature cycle of life. And it conveys two ideas. Enjoy good times. So when favorable circumstance or blessings or boons comes your way, you should enjoy them fully and recognizing their value and appreciating the goodness they are bringing. And this reflects the attitude of gratitude and mindfulness. And the second part, not worrying about mishaps. When misfortunes or challenges arises,
There is no need to worry excessively. Mishaps are natural part of life, and worrying about them does not change the situation. Instead, one should accept them with equanimity and focus on overcoming them. So here there are some messages that balance in life should be maintained, and gratitude for good times, and equanimity in difficult times. So this Qural explains the ethical and practical aspect of life, including wealth, happiness, and adversity. It often emphasizes the importance of maintaining balance and philosophical outlook, regardless of life circumstances. He encourages individuals to focus on what they can control and their attitudes and actions, rather than being overwhelmed by external events. There are something which is comes under control, and there is something which is not comes under control, will be separated. Qural 379. Nendangal Nallava Kanpawar Andagal Allavar Paduvad Evan. 380. ஊழிற் பெருவலி யாவுள மற்றொன்று சூழினும் தான் முந்துறும். ஊழை காட்டிலும் பெரிதும் வலிமையானவை யாவை உள்ளன? மற்றொன்றை வலியது என்று கருதினாலும் அங்கும் ஊழே മുൻവന്ന് നിൽക്കും. അപ്പം ഇവിടെ തീർത്ത് പറയുകയാണ് വള്ളുവർ. അതായത് ഊളാണ്, വിധിയാണ് വലുത്, അതിനേക്കാൾ വലുത് വേറൊന്നും ഇല്ല എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. ഓവർ സർ. കുറൽ 380. ഊഴർ പെരുവേലി യാവുള മറ്റൊരു ചൂഴിനും താൻ മുന്തുറും. വിധിയേക്കാൾ പ്രബലമെന്തുള്ളൂ, തോൽപ്പിക്കുവാൻ മുതിരുമ്പോഴും വിധി മുമ്പേ. വിധിയേക്കാൾ ശക്തമായ മറ്റെന്ത് ശക്തിയാണുള്ളത്? വിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആരെങ്കിലും തേടുകയാണെങ്കിൽ അവിടെയും വിധി നിങ്ങളുടെ മുമ്പിൽ വന്ന് തങ്ങി നിൽക്കും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് ലളിതമായി പറയാം. തടയാൻ കഴിവാകില്ല കർമ്മത്തിൻ ഫലമേവനും, നിസ്തുല ശക്തമാം കർമ്മം ജീവിതത്തിൽ മുഴച്ചിടും എന്ന് മലയാളത്തിലും കവി പറയുന്നു. നമ്മളിതിനെ ഒന്ന് ഉപസംഹരിച്ചു കണ്ടാൽ, തിരുവള്ളുവർ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സംരക്ഷിച്ചാലും, നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് എത്ര പണിപ്പെട്ട് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാലും അവ ഒരു നന്മയും നൽകില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നേരാമണ്ണം അല്ലെങ്കിൽ വൈദ്യന് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. നിങ്ങളുടെ സ്വന്തം നിങ്ങൾ അവയെ എങ്ങനെ ചിതറിച്ചാലും, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് ആര് ചിതറിച്ചാലും അത് നിങ്ങളുടേതായി തന്നെ നിലനിൽക്കും. നശിപ്പിക്കാൻ പറ്റില്ല. നീതിമാനെ തൊടാൻ പറ്റില്ല. അവന് പ്രബലമായ ശക്തി അവനുണ്ടാകും. നല്ല കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ അവയെല്ലാം നേട്ടമായി കാണുന്നു. എന്നാൽ തിന്മകൾ വരുമ്പോഴോ വലിയ പരാതി ഭാണ്ഡക്കെട്ടുകളാണ്. എന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഭാഗ്യത്തിൽ സന്തുഷ്ടരായവർക്ക് എങ്ങനെയാണ് ചില അവസരങ്ങളിൽ നഷ്ടം വരുമ്പോൾ ഇങ്ങനെ പരിതപിക്കാൻ സാധിക്കുക? അടുത്ത കാലത്ത് ഒരു പ്രബലനായ, വളരെ ശക്തനായ, അറിയപ്പെടുന്ന ഒരു
കായിക താരം മത്സരത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: യാതൊരു വിധത്തിലും എനിക്ക് ദുഃഖം തോന്നുന്നില്ല. കാരണം എന്നെ ഒന്നാം സ്ഥാനത്തേക്ക് പല ഗുരു നയിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല, എന്തിനാണ് എനിക്കിപ്പോൾ ഈ ഒന്നാം സ്ഥാനം തന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു ചോദ്യത്തിന് കുതിരുന്നില്ല. വിധിയുടെ ശക്തികളോളം, അതായത് രണ്ടും ഒരുപോലെ, വിധിയുടെ വിധിയായതിനാൽ വലിയ ശക്തി ഏതാണ് എന്നൊരു ചോദ്യമില്ല. മനുഷ്യന്റെ കഴിവ് മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുന്നു, പക്ഷേ വിധി മുമ്പിൽ തന്നെയുണ്ട്, പിടിവിടില്ല. വിധിയേക്കാൾ ശക്തമായത് എന്താണ്? ഒരു ഉപകാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മുടെ മുമ്പേ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ആഗ്രഹിക്കുക. എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി, നന്മ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മനോഹരമായ കുറൽ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താധാരയിലൂടെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്: നന്മ ചെയ്യുക, നന്മയ്ക്ക് ഫലമുണ്ടാകും. ആരോടും, വിശേഷിച്ച് ദൈവത്തോട് പരാതിയൊന്നും പറയേണ്ടതില്ല. വിധി നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്ന ആളല്ല. ഉടയ തമ്പുരാൻ, അള്ളാവ്, ദൈവം, ഈശ്വരൻ. നമുക്ക് നന്മയുടെ മനസ്സിന്റെ ഉടമകളാകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദി ഭഗവാൻ സാറിനും മറ്റെല്ലാവർക്കും, സാബു സാറിനും ഈ പ്ലാറ്റ്ഫോമിനും എനിക്ക് ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ അവസരം തന്ന ജഗദീശ്വരനും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്ത ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് വേണ്ടി ഈ മൈക്ക് ഞാൻ കൈമാറുന്നു. What else Thank you, sir. power is there stronger than... sorry, ma'am പറഞ്ഞോളൂ. Thank you, sir. Second verse 380. What else power is there stronger than destiny? If path to escape destiny is sought there too, fate comes and stays before you. What is there mightier than fate? For it overtakes us in spite of our plans to overcome it. The question of what power might supersede destiny is a deeply philosophical one, and the answers vary depending on cultural and spiritual perspectives. Here is a breakdown of how different belief systems approach this, and what concepts challenge the idea of an absolute unchangeable fate. Concepts that challenge absolute destiny. 1. Free will. Many philosophies and religions emphasize the importance of free will. This concept suggests that humans have the ability to make choices that can alter the course of their lives. If true, this implies that destiny is not entirely fixed. Even if fate sets a general state, free will enables variations within that stage. Karma. In Eastern philosophies like Hinduism and Buddhism, karma plays a significant role. It suggests that actions have consequences, and these consequences can shape one's future. While karma can be seen as a form of destiny, it also implies that individuals have the power to influence their future
through their present actions. This creates a dynamic interplay between past actions and present choices. Divine intervention. In many religions, the idea of a divine being intervening in human affairs is prevalent. This suggests that a higher power can override or alter destiny. Prayer, faith, and divine grace are often seen as ways to seek such intervention, human effort, and resilience. Even within the framework of destiny, human effort and resilience can significantly impact outcomes. While fate may set certain limitations, individuals can strive to overcome obstacles and make the most of their circumstances. The nature of reality. Modern physics and quantum physics show that reality is not always fixed and can be changed by observation and other factors. This can be seen as an argument that destiny is not as fixed as it once seemed. The paradox of escaping destiny. It can be argued that the urge to change one's fate is itself a predetermined aspect of that fate. In essence, while the concept of destiny suggests a predetermined path, various forces and concepts challenge the idea of an absolute, unchangeable fate. The interplay between fate, free will, karma, and divine intervention creates a complex and nuanced understanding of human existence. Tirukural's chapter on fate, Ool, offers a balanced perspective, recognizing destiny's influence while still valuing human effort, promoting acceptance and self awareness in the face of life's unpredictable turns. Thank you, Sabu sir, for this wonderful opportunity. Thank you all for participating in this journey. Thank you, sir. Thank you. Kural 380. ഊഴിൽ പെരുവഴി യാവുള മറ്റൊരു ചൂഴിനും താൻ ഉണ്ടോ. So thank you, Adibhavan sir, and Joshi sir, Omana ma'am, Sheila ma'am, Usha ma'am, Srikumari ma'am, for a wonderful presentation of Tirukural 38. Thank you, sir. Sir, Adibhavan sir, പറയൂ. ഓക്കെ സാർ, ഇതിൽ പറയാനുള്ള ഒരു ലൈൻ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പതികാരത്തിൽ ഈ ഊൾ വിധിയെ കുറിച്ച് ഒരു ലൈൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പതികാരത്തിൽ പറയും, ഊൾവിனை ഉറുത്ത് വന്ന് ഉറുത്തും. ഊൾവിனை എന്ന് പറയുന്നത് കർമ്മവിனை. കർമ്മവിனை നമ്മുടെ പുറവരെ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കോവലൻ കണ്ണകി അവർക്ക് പറ്റിയ അബദ്ധങ്ങളും അവർ കഷ്ടപ്പെട്ട കാലങ്ങളും എല്ലാം ഊഴ്വിനെ കൊണ്ടാണ് എന്നാണ് ചിലപ്പതികാരത്തിൽ ഒരു ലൈൻ പറഞ്ഞത്. അത് ഇവിടെ കോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. ജോർജ് സാർ പറയും. സാർ, വളരെ സന്തോഷം സാറേ. ഭഗവാൻ സാർ, നല്ല വ്യാഖ്യാനങ്ങൾ തമിഴിൽ. ബാക്കി എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഞാൻ ഇത്തിരി വയ്യാണ് കയറിയത്, എന്നിരുന്നാലും ഞാൻ ശ്രദ്ധിച്ചോണ്ടായിരുന്നു. സാറ് വിധിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമായിട്ട് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. വിധിയെ തടുക്കാൻ കഴിയില്ല. അത് സത്യമാണെന്ന് യൗവനത്തിലൊക്കെ നമുക്ക് ഏത് വിധി എന്നൊക്കെ തോന്നിയാലും കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ വിധി അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാതെ തരമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ തത്വജ്ഞാനങ്ങളിലൂടെ ഒക്കെ നമ്മളെ വെളിപ്പെടുത്തുന്ന അത് തന്നെയാണല്ലോ.
ഇവിടെ ഞാനിപ്പോൾ ഓർത്തു പോവുക, നമ്മൾ ഇവിടെ പറഞ്ഞു സന്തോഷം മതി ദുഃഖം വേണ്ട എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആ വ്യാഖ്യാനങ്ങൾ ഉഷമ മറ്റോ അവർ പറഞ്ഞു തോന്നുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇത് രണ്ട് കൈയും ഇല്ലാത്ത ഒരു സ്ത്രീ, ജെസിക്ക കോക്സ് എന്ന പേര്, അമേരിക്കയിലുള്ള, അവര് എല്ലാ വാഹനവും ഓടിക്കും, വിധിയോടെയൊക്കെ മല്ലിട്ട് വിമാനം പറത്തും. അപ്പോൾ ഒരു പൈക്കൽ പത്രക്കാരൻ ചോദിച്ചു, കൈകൾ രണ്ടുമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹേ സുഹൃത്തെ, നിങ്ങൾക്ക് ചിറകില്ലാത്തതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കാറുണ്ടോ എന്ന ഈ പത്ര റിപ്പോർട്ടറോട് ചോദിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ വിധിയെ അംഗീകരിക്കാൻ അവരത്ര സർവാത്മന തയ്യാറായിരുന്നു പോലും. ഇങ്ങനെ ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടത്. ഞാനിങ്ങനെ ഒരു ചൊല്ലു കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ല, വിധിയില്ലാത്തതൊക്കെ നമ്മൾ കഴിച്ചാലും വായിൽ നിന്ന് ഈ കടവായിക്കട ഒഴുകി പോകും. മറ്റൊന്ന്, വിധിയന്റെ വിധി കൊതിയൻ കൊതിച്ചാൽ കിട്ടുമോ, ഇങ്ങനെ രണ്ട് പഴഞ്ചൊല്ലും ഇപ്പൊ ഓർമ്മയിൽ വന്നു, അത് പങ്കുവെക്കാൻ കരുതി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാം? എനിത്തിങ് എൽസ്? മോഹൻദാസ് സാർ പറയാവുന്ന അവസ്ഥയിലാണോ? യാത്രയിലാന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും? കൊടുത്തിട്ടുണ്ട് സർ. അതെ, എനി റിഫ്ലക്ഷൻസ് ഓൺ ദിസ് കുറിൽ? വിധി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അതിനെ നമ്മൾ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഉഷമ പറയൂ. താങ്ക് യു സർ. 38-ാം അധ്യായം എനിക്ക് തോന്നുന്നത് ധർമ്മപ്രകരണത്തിലെ സന്യാസാശ്രമത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, അല്ലേ സാറേ? വിധി ഊഴ എന്ന് പറയാം. മ്യൂട്ടാണോ? ഓക്കെ. 38 പ്രസന്റേഷൻ ആണ് ഇന്നുണ്ടായത്. മോഹൻദാസ് സാറ് കേൾക്കുന്നുണ്ടാവാം, പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും നമ്മുടെ വിധിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊക്കെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളാണ്. എവിടെയൊക്കെയോ ജീവിക്കുന്നു, എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു. പക്ഷെ ഇപ്പൊ എന്താണ് നമ്മുടെ വിധി? അപ്പൊ എത്ര അനുകൂലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഈ കുറിളുകൾ നമ്മളെ സ്വാധീനിക്കുന്നത്? അതൊക്കെ മുമ്പെങ്ങോ നിശ്ചയിച്ചു വെച്ചതായിരിക്കാം. അതും ഒരു വിധിയായിട്ട് നമുക്ക് ഞാൻ കണക്ക് കൂട്ടുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പുരാണങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിധിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വളർന്നതാണ് വരരുചിയുടെ കഥ, പറയിപ്പറ്റ പന്തിരികുലം എന്നുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ രണ്ടു ഗന്ധർവന്മാര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ഇങ്ങനെ ഒരു പെൺകുഞ്ഞ് ജനിക്കും, അവളെ ഇദ്ദേഹം വിവാഹം കഴിക്കുമെന്ന്. അങ്ങനെ അവരുടെ ആ ഒരു സംഭാഷണം കേട്ടിട്ട് രാജാവിന്റെ സഹായത്തോടു കൂടി ആ പെൺകുട്ടി ഏതാണെന്ന് തിരിച്ചറിയുകയും ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു ആണി തറച്ച് പുഴയിൽ ഒഴുക്കുകയുമാണ് ചെയ്തത്. വിധിവശാല അവളെ ഒരു ബ്രാഹ്മണ കുടുംബത്തില് ദത്തെടുക്കുകയും ഇദ്ദേഹത്തിന് അവളെ കണ്ടുമുട്ടാൻ ഇടവരികയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവര് സഞ്ചാരമധ്യേ ഇങ്ങനെ കേരളത്തിലെത്തുകയും 12 കുട്ടികളെ പ്രസവിക്കുകയും ഒക്കെ ചെയ്ത ആ കഥ കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നത്. വിധിയെ നമുക്ക് ആർക്കും മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇന്നെല്ലാവരും മത്സരിച്ച് തകർത്ത് അവതരിപ്പിച്ച ഒരു സെഷനായിരുന്നു ഇത്. സാബു സാറൊക്കെ ഇംഗ്ലീഷ് പറയാ. താങ്ക് യു സർ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് കഴിഞ്ഞിറങ്ങുമ്പോ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ 4, 3, 7 വാക്കുകൾക്ക്, ഈ കുറുകിത്തെറുത്ത ഈ ചെറിയ വാക്കുകൾക്ക്, ഈ ചെറിയ ഈരടികൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ പ്ലാറ്റ്ഫോം. ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ ഷീല ടീച്ചറൊക്കെ എത്ര അറിയുന്ന ടീച്ചറൊക്കെ വേറെ ഒരു ക്ലാസ്സിലും കയറിയില്ലെങ്കിലും നോമ്പിന്റെ ഇടയ്ക്കാണെങ്കിലും കുറിള് ഞാൻ കൈവിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നു. കുറിള് വിട്ടിട്ട് ഒരു കളിയില്ല എന്നാണ് ഷീല ടീച്ചർ പറയണേ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് വേണ്ടിയിട്ട് നമുക്ക് ഷീല ടീച്ചറിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാണും ഇതിനകത്ത്, അതൊക്കെ ചോദിക്കട്ടെ.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആദിഭവൻ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ. ജോഷി സാർ എല്ലാ രീതിയിലും നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. എന്നും ഞങ്ങൾ ജോഷി സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വഴികാട്ടിയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ എല്ലാവർക്കും പ്ലാറ്റ്ഫോമിലും നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേരിലും വനിതാ ദിന ആശംസകളും കൂടി അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു, താങ്ക് യു സർ. നാളെ വനിതാ ദിനമായിട്ട് ആരോ ഒരു ക്ലാസ് എടുക്കുന്നത്? 1, 2, 3 പേർക്കൊക്കെ എടുക്കാം. ടീച്ചർ ഫ്രീ ആണോ? ടീച്ചർ ഫ്രീ ആണോ? ആലോചിച്ചിട്ട് പറയൂ. 2, 3 വിഷയങ്ങൾ പറയാം. ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് 2, 3, 4 പേർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ ഓമയമ്മ? നമുക്ക് എല്ലാവരും എല്ലാവർക്കും ചേർന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. കാരണം നമുക്ക് കുറച്ച് വിവരങ്ങൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും സർ. ഓക്കെ സാറേ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയട്ടെ. പറയും. നമ്മുടെ മോഹൻദാസ് സാറിന്റെ അഭാവത്തില് ഈ ക്ലാസ് തുടങ്ങുമ്പോ അത് നികത്താനായിട്ട് ആദി ഭഗവാൻ സാർ വന്നു. വളരെ സന്തോഷം തോന്നി. അതോടൊപ്പം തന്നെ സാറ് ഞങ്ങൾക്ക് വനിതാ ദിനം ആശംസിച്ചു. അതിന് നന്ദിയുണ്ട് സാർ. അതിന്റെ നന്ദി പറയാൻ നമുക്ക് പറ്റിയില്ല. അതിന് മുമ്പ് ക്ലാസ് അങ്ങ് തുടങ്ങുകയായിരുന്നു. അത് നമ്മുടെ കുറ്റമല്ല, അത് സാധു സാറിന്റെ കുഴപ്പമാണ് കേട്ടോ. നമ്മളെ ഒരു സമയമുണ്ട്. നമ്മുടെ 7:10 നമ്മൾ തുടങ്ങുന്നത്. ആ സമയം എന്താണെങ്കിലും ഞാൻ എടുക്കും. എന്ന് കരുതി സാറേ ഞങ്ങൾക്ക് തന്ന ആ ആശംസ ഉൾക്കൊള്ളാനുള്ള സമയം തരാമായിരുന്നു. അല്ല, അതിപ്പോ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആദിഭവൻ സാർ വേണമെങ്കിൽ ഇപ്പൊ ഒന്നും കൂടെ പറയും. വളരെ നന്ദി. നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. താലി കെട്ടി ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടി ഒന്നുകൂടെ താലി കെട്ടുന്നില്ലേ? നാളെ അല്ലേ ദിവസം? ഇന്നല്ലല്ലോ, നാളെയല്ലേ? അല്ല സാറേ, ഈ തിരുക്കുറളിന്റെ പ്രത്യേകത കാരണം ഞാൻ പണ്ട് മുതലേ തിരുക്കുറൾ കേട്ടിട്ടുണ്ട്, ടെസ്റ്റിനൊക്കെ പഠിച്ചിട്ടുള്ളത് കൂടാതെ എന്റെ ചെറിയ ക്ലാസ് മുതൽ എന്റെ ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മിനാണ്. അപ്പൊ അതിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദി സാറായിരുന്നു. ആ ഒരു സ്നേഹവും അവരോടുള്ള ഭക്തിയുമാണ് ഞാൻ ഹിന്ദിയിലേക്ക് മാറിയത്. കാരണം എനിക്ക് അത്രയ്ക്ക് അവരെ ഇഷ്ടമായിരുന്നു. അവരുടെ ആ രീതികൾ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രീതിയും കണ്ടു ഞാൻ അവരില്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ തിരുക്കുറൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു നല്ല അവസരമാണ് പിന്നെ നമ്മളെ സാബുസാറിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയത്. അത് ഇത്രയും വ്യാപകമായിട്ടും അർത്ഥവത്തായിട്ടും അതിന് ഇത്രയും അർത്ഥതലങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തന്നത് പിന്നെ ജോഷി ജോസഫ് സാറാണ്. സാറിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് ഏതാണ്ട് ദൈവികമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ സാറ് ഇട്ടു തരിക, അത് നമ്മളിങ്ങനെ പിടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അത് നല്ല രസമാണ് സാർ അവതരിപ്പിക്കുന്നത് കേൾക്കാൻ. പിന്നെ മോഹൻദാസ് സാറിന്റെ കാര്യം പറയണ്ട. സാറ് അത് ഓരോ വാക്കുകളും എടുത്തിട്ട് അതിന്റെ അർത്ഥം പറയുമ്പോഴത്തേക്കും നമ്മൾ ആ തമിഴിന്റെ ആ ഒരു ഭംഗി നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുതരും. അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ചാരുത തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആദിഭഗവാൻ സാറിന്റെ തമിഴ് സ്ലാങ് വളരെ ഇഷ്ടപ്പെട്ടു. സാർ എല്ലാ ക്ലാസ്സിലും വരണം, നമുക്ക് തമിഴിന്റെ ആ ഒരു ഇതും കൂടെ കേൾക്കാൻ പറ്റും മോഹൻദാസ് സാറിനൊപ്പം. പിന്നെ ഓമന മാമിന്റെ ഇംഗ്ലീഷ് ഇപ്പോഴുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ ഭയങ്കരമാണ്. അത് ഇത്രയും എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് അതിശയം തോന്നുന്നുണ്ട്. വളരെയധികം നന്നായിട്ടുണ്ട്. അതുപോലെ ശ്രീകുമാരി മാം, പിന്നെ എപ്പോഴും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ജോർജ് സാറിന്റെ ചിരി കണ്ടാൽ മതി, നമ്മളെല്ലാം സന്തോഷത്തിലാകും. അത്രയും ഇതായിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഈ തിരുക്കുറളാണ് എനിക്ക് ഏറ്റവും നമ്മുടെ ഈ സാംസാന്റെ ഫ്ലോറിൽ ഇഷ്ടമുള്ളത്. ഞാനും ഉഷയും കൂടെ ഇതിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ ഭയങ്കരമായി, നിങ്ങൾ വിചാരിക്കുന്ന തലത്തിലൊന്നുമല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾ ഭയങ്കര ഉന്നതിയിലാണ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത്. അത്രയ്ക്ക് നമ്മള് വളരെ ഭക്തിയോടുകൂടിയാണ് സാറേ നമ്മൾ തിരുക്കുറൾ കാണുന്നത്. പിന്നെ നാളത്തെ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ഞാൻ ഒരാളുടെ കാര്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു സാറേ. ഇന്ന് മനോരമയിൽ ഉണ്ടായിരുന്നാണ് ഒരു മുത്തുലക്ഷ്മി റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറിച്ചാണ് പിന്നെ പ്രതിവാദം എന്ന കോളത്തില് സുധാ മേനോൻ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തങ്ങളുടെ പേര് എഴുതി ചേർത്ത വനിതകളെ ഓർക്കേണ്ട ദിനമാണ് നാളെ. പക്ഷേ വിസ്മൃതിയിൽ തന്നെ തുടരാനാണ് പലർക്കും വിധി.
അങ്ങനെ നാം മറന്നൊരു പേരാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. ദേവദാസി വിഭാഗത്തിൽ നിർത്തി രാജ്യത്ത് ഒട്ടേറെ ഒന്നാം സ്ഥാനങ്ങൾ നേടിയ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കം കുറിച്ച ധീര വനിത. ഇവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1912കളാണ്. അന്ന് പുരുഷ മേധാവിത്വം ഉള്ള സമയത്താണ്. അന്ന് ഡോക്ടറായിട്ട് ഒരു പെൺകുട്ടിയാണ്. അത് സർജറിയിലെ 100-ൽ 100 മാർക്കും നേടിയാണ് അന്ന് പിന്നെ അവാർഡുകൾ വാരി കൂട്ടിയത്. പിന്നെ എല്ലാം വായിച്ചു നോക്കിയാൽ കംപ്ലീറ്റ് ഒന്നാം സ്ഥാനക്കാരിയാണ്. ഒരുപാട് നിയമസഭയിലാണെങ്കിലും, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമാണ്. പിന്നെ അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ലോകത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരുപാട് ബഹുമതികളുള്ള ഒരു ആളാണ്. പക്ഷെ നമ്മളെ കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോ നമ്മളങ്ങ് മറന്നുപോയ ഒരു വനിതാ രത്നമാണ്. അപ്പോ അവരെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, നമിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ജോർജ് സാർ എന്തെങ്കിലും പറയുന്നോ? ഓ ഇല്ല. ഓക്കെ, ആവോളം പറഞ്ഞു. എന്തെങ്കിലും പറയുന്നോ? ഞാനൊരു ക്യാമ്പയിനൊക്കെ കയറിയതേ ഉള്ളൂ, ഒരു പാർട്ടിസിപ്പേഷൻ അത്രേ ഉള്ളൂ. അംഗീകരിച്ചിരിക്കുന്നു അല്ലേ? താങ്ക് യു. സാറിന്റെ വരവോടുകൂടി നമുക്ക് അവസാനിപ്പിച്ചേക്കാം അല്ലേ? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇടയ്ക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇവിടെ ഭയങ്കര മഴയാ. ഞാൻ തൈക്കാശ്ശേരിക്ക് പോയത്. ഓ, അത് ശരി. അത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവിധ മംഗളാശംസകളും. ഞങ്ങൾ അർഹിക്കാത്ത ധനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അർഹിക്കാത്ത ധനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആർക്കും മഴയില്ല. അതൊരു വിധിയാ അല്ലേ? അതെ അതെ, അതൊരു വിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതും വിധി എഴുതി വെച്ച് വരവേ മാറ്റാൻ ഈശ്വരാലുമാകുമോ? അല്ല, അതിനെ ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറയുകയായിരുന്നു. ഭയങ്കര ഡെപ്തുള്ള ചില വിഷയങ്ങളാണ്. ഞങ്ങൾക്കും ഇതുവരെ മഴ വിധിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം വരുന്നതിന് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കും. ഗുഡ് നൈറ്റ് സർ. നായനാർ സാറിനെ ഇത്രയും നേരം ഇവിടെ കണ്ടായിരുന്നു. സാർ ട്രെയിനിലെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ.